മാസവും ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഓൺലൈൻ കൺവെൻഷനിൽ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം അല്പസമയം പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഒരുമിച്ച് ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം നാം ദൈവ സന്നിധാനത്തെങ്കിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹീതമായ ഒരു സമയം ദൈവം നമുക്ക് തരേണ്ടതിന് പാട്ടുകളിലൂടെ ആരാധനയോടെ ദൈവവചന ധ്യാനത്തിലൂടെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം നമ്മളുടെ മഹത്വം എടുക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. 145 സങ്കീർത്തനം അതിന്റെ 18 ഉള്ള വാക്യം പ്രകാരം വായിക്കുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്ത് വരുന്ന ദൈവ മക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നാം ദൈവത്തോട് അടുത്ത് ചെന്ന് അവന്റെ കൃപ പ്രാപിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ പാദപ്പെടുത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് തന്നായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. വീണ്ടും ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഓൺലൈൻ കൺവെൻഷനിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെ ഓർത്തുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം കരയേറ്റുന്ന കർത്താവേ, അല്പസമയം ഒരുമിച്ച് അങ്ങയുടെ പാദപ്പെടുത്തെങ്കിൽ ആയിരുന്ന് അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ, ഒരുമിച്ച് പാടുവാൻ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും നീ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തമ്മിലുള്ള ക്രിസ്തീയ കൂട്ടായ്മയിൽ ബലപ്പെടുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവരാജ്യം ഞങ്ങളോട് ഉയരുവാൻ തക്കവണ്ണം അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരുമാറാകണമേ എന്ന് ഞങ്ങൾ ഇവിടത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാ നിന്റെ ദാസന്മാരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ അവിടുന്ന് പകരുമാറാകണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ഈ തലമുറയിൽ നിവർത്തിക്കുവാൻ വേണ്ട എല്ലാ അഭിഷേകവും അനുഗ്രഹവും ദൈവകൃപയും നിന്റെ മക്കൾക്ക് അവിടുന്ന് കൊടുക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വർഷിപ്പ് ലീഡിനായ വാത്സല്യ സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷേകത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പാടുവാൻ, ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവകൃപ ധാരാളമായി അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ 3 ദിവസം അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന അങ്ങയുടെ ഭൃത്യനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന മേൽ നിന്റെ കൃപധാരമായി അവിടുന്ന് പകരുമാറാകണമേ. ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ദൈവജനം കേൾക്കേണ്ട ദൈവത്തിന്റെ ആലോചന, ദൈവിക അരുളപ്പാടുകൾ ശക്തമായി അറിയിക്കുവാൻ നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാൻ, ഞങ്ങൾ വചനത്തിൽ വളരുവാൻ, ഞങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ, ദൈവത്തിന്റെ പ്രകാരം ഞങ്ങൾ ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ, ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ ക്രിസ്തീയ ശുശ്രൂഷ, ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മീക മണ്ഡലത്തില് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും നീ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ കർത്താവേ. ഒരു അന്ത്യകാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ, ദൈവകൃപയോടെ നിന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരുമേനി കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ ഇവിടത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്ന, ലോകത്തിന്റെ മോഹങ്ങൾ ഓടുന്ന ഒരു അന്ധകാര ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടുത്തെ പ്രകാശമായി നിന്നുകൊണ്ട് അങ്ങയുടെ തേജസ്സിനെ ലോകത്തിന് കാണിക്കുവാൻ തക്കവണ്ണം ദൈവസഭയെ നീ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിലെ ഈ പ്രാർത്ഥന, ഈ കൺവെൻഷൻ അതിന് കാരണമായി നീ അവിടുന്ന് തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഇവിടത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ ഏവരെയും സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് അവിടുന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് തരുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസവും ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഓൺലൈൻ കൺവെൻഷനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്
ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും കർത്താവിന്റെ ശ്രേഷ്ഠാഭൃത്യന്മാർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധാനത്തിൽ നാം എല്ലാവരും ആയിരിക്കുമ്പോൾ ഒരുമിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ, പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ, ദൈവവചനം കേട്ട് ആത്മാവിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കുമാറാകട്ടെ. അവന്റെ കൃപയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടിയും ദൈവത്തിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ഇന്നത്തെ പാട്ടുകൾ ലീഡ് ചെയ്യുന്നത്, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വാത്സല്യ സഹോദരങ്ങൾ ബ്രദർ ഡാർവിൻ ബിൽസനും തന്റെ ടീമും പാട്ടുകൾ പാടി ആരാധന നമ്മളെ നയിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രിയപ്പെട്ടവരോടുകൂടെ ചേർന്ന് പാടി യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഈ നല്ല സമയത്തായ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഏത് ദിവസവും ഏത് സമയവും ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതപ്രകാരമുള്ളതായതിനാൽ അത് ഏറ്റവും നല്ല ദിവസവും ഏറ്റവും നല്ല സമയവുമാണ്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു നിമിഷം മറ്റ് 1000 നിമിഷങ്ങളെക്കാൾ, ഒരു ദിവസം മറ്റ് 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം എന്ന് നാം അറിയുന്നുവല്ലോ. നമുക്കൊരു പാട്ട് പാടാം. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് നിത്യ തേജസ്. ഈ പാട്ടിന്റെ വരികൾ ഇങ്ങനെ പോകുന്നു. അന്ധകാരം ഭൂമിയെ മൂടും, കൂരിരുട്ട് ജാതികളെ മൂടും, എന്നാൽ നമ്മുടെ മേൽ യഹോവ ഉദിച്ചിരിക്കുന്നു. തന്റെ തേജസ് നമ്മിൽ വ്യാപരിക്കുന്നു. നമ്മളിൽ മറ്റുള്ളവർ ആനന്ദിക്കും. രാജാക്കന്മാർ നമ്മുടെ മുഖശോഭ കാണും. നമ്മുടെ ദുഃഖം തീർന്ന് നമ്മൾ ആനന്ദിക്കും. കഷ്ടകാലം മാറി നമ്മൾ ആർത്ത് പാടും. നമ്മളെ കൈവിട്ടവർ നമ്മളെ തേടി വരുന്ന ഒരു ദിവസമുണ്ട്. വളരെ അർത്ഥവത്തായി പാട്ട് ദേവദാസൻ വിൽസൺ ചേന്നനാട്ടിൽ തനിക്ക് ദൈവം കൊടുത്ത വരികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. നിന്റെ യഹോവ നിനക്ക് ദിവ്യ പ്രകാശം. പ്രത്യാശയോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടാം. നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദൈവ തേജസ്സും നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിയിടുന്നു, കൂരിരുട്ടു ജാതിയെ മൂടിയിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിയിടുന്നു, കൂരിരുട്ടു ജാതിയെ മൂടിയിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം.
ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ഓ ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിന്നുക ശോഭ കാണും. വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിന്നുക ശോഭ കാണും. വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. പ്രകാശിക്കാം, ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തുപാടും. നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തുപാടും. നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ഓ ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ഓ ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തുപാടും. നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തുപാടും. നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. ഓ
ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻമുഖ ശോഭ കാണും, വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻമുഖ ശോഭ കാണും, വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല, യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, ഓ നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല, യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. അന്ധകാരം ഭൂമിയെ മൂടിയിടുന്നു, കുരിരുട്ടു ജാതിയെ മൂടിയിടുന്നു, നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിയിടുന്നു, കുരിരുട്ടു ജാതിയെ മൂടിയിടുന്നു, നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ്സും നിന്നിൽ വന്നിരിക്കുന്നു. ഓ ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ്സും നിന്നിൽ വന്നിരിക്കുന്നു. ഓ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ്സും നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ഓ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, ഓ തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, തിരുസന്നിധി ചേർന്നു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. ഓ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം, ഓ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം, പരിപൂർണമായി ദൈവിക രാജ്യം പാരിൽ സ്ഥാപിതമാക്കിടുവാൻ, പരിപൂർണമായി ദൈവിക രാജ്യം പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശു വരുന്നു, യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ കാലമെല്ലാം കഴിയും പ്രത്യാശയോടെ ഇന്നു കാണുന്നതെല്ലാം അഴിയും, ഓ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിളിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഓ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും, ഓ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും,
പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, എല്ലാം തീരുമെന്ന് പറയുമ്പോഴും പ്രത്യാശിക്കുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് യഹോവയെ അന്വേഷിക്കുന്ന ദൈവമക്കൾ മാത്രമാണ്. അത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ മാത്രമാണ്. എന്റെ മരണം എനിക്ക് പ്രത്യാശ എന്ന് പറയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞവൻ മാത്രമാണ്. ഈ ഭൂമി അവസാനിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ എന്റെ കർത്താവിന്റെ അടുത്തേക്ക് പോകും എന്ന് ഉറപ്പോടെ പറയുവാൻ കഴിവുള്ളവർ നമ്മൾ മാത്രമാണ്. ഈ പ്രത്യാശ ഒരിക്കലും കൈവിടരുത്. നമ്മുടെ വിഷയം തന്നെ എല്ലാം കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, എല്ലാം കഴിഞ്ഞാലും നമുക്ക് പ്രത്യാശയുണ്ട് എന്ന് ഉറപ്പിക്കാൻ പോകുന്ന ദൈവവചനങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവജനമേ, പ്രത്യാശയോടെ ദൈവത്തോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആരാധനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. രാവിലെ മനോഹരമായ പാട്ടുകൾ ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി ഇടയായി തീർന്നല്ലോ. മനോഹരമായ പാട്ടുകളിലൂടെ നമ്മളെ ലീഡ് ചെയ്തായ വാത്സല്യ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമായി അവിടുന്ന് പകരുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ഇമ്മാനുവേൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സങ്കീർത്തനം വായിച്ച് ഇന്നത്തെ ഈ ഓൺലൈൻ കൺവെൻഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ, ഇന്ന് ഈ കൺവെൻഷൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുര്യാച്ചൻ ഫിലിപ്പ് അവരുകൾ, ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ഡാർബിൻ ആൻഡ് ടീം, എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരു സങ്കീർത്തന വേദഭാഗം വായിച്ചിട്ട് ഈ കൺവെൻഷന്റെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ 138 സങ്കീർത്തനം വായിക്കുന്നു. സാംസ് 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതിയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ നീക്കുമുള്ളത്. തൃക്കൈയുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. ആമേൻ. കർത്താവിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കർത്താവ് നമുക്ക് നൽകി. ഞാൻ അതിന് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലല്ലോ. അതിൽ എഴുതിയിരിക്കുന്ന യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ഈ 2-3 ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്തൃത്വത്തിൽ കൂടെ കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾ അത് ദൈവനാമത്തിന് മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും ഉതകട്ട്. നമ്മൾ വിളിച്ചപേക്ഷിച്ച നാളിൽ നമ്മുടെ ഉള്ളിൽ ബലം നിന്ന് നമ്മെ ധൈര്യപ്പെടുത്തി ഒന്നിച്ച് പിന്നെയുമായിരിക്കാൻ ദൈവസവകാശം ഒരുക്കി. ഇതെല്ലാം അവന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തയും ഒന്ന് മാത്രമാണ്. അതിന്റെ അവസാനത്തെ വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷില് ഹി വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ്. ദൈവത്തിന്റെ ഉദ്ദേശം എനിക്ക് വേണ്ടിയുള്ളത് ദൈവം പൂർത്തീകരിക്കും.
യോബിന്റെ പുസ്തകം അവസാനത്തിൽ ഇപ്രകാരം വായിക്കുന്നു. അവന്റെ ജീവിതത്തിന്റെ സായാഹ്ന അവസാന സമയത്ത് അവന് മനസ്സിലായ ഒരു കാര്യമാണ്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ 3 ദിവസത്തെ കൺവെൻഷൻ പ്രിയപ്പെട്ടവർ ക്രമീകരിച്ചതല്ല, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമാണെങ്കിൽ തന്റെ ഉദ്ദേശം കർത്താവ് നിവർത്തിച്ചെടുക്കും. ആ ദൈവം തന്റെ നാമം മഹത്വം എടുക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെട്ട് നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വാത്സല്യത്തിന് മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ബറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഓൺലൈൻ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ സൂം മാധ്യമത്തിൽ കൂടെ ഒന്നിച്ച് ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നേ കർത്താവേ. കർത്താവെ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമല്ലുന്ന അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ ബലം തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തി ഈ പ്രത്യേക സാഹചര്യത്തിലും നിർത്തിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നേ കർത്താവേ. നാഥ, അങ്ങയുടെ ദയയും അങ്ങയുടെ വിശ്വസ്ത നിമിത്തം ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബിലാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്തദാസൻ പാസ്റ്റർ ബി ജോൾ തന്റെ നേതൃത്വം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എല്ലാം ദൈവനാമത്തിന്റെ മഹത്വവും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും ഉതകുവാൻ കർത്താവ് കൃപയരുമാറകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ കൺവെൻഷനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ പ്രസിദ്ധരായ ദേവദാസന്മാരെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഈ 3 ദിവസങ്ങളിലെ പ്രാർത്ഥന, ആരാധന, വചനധ്യാനം ഞങ്ങൾക്ക് എല്ലാവർക്കും, കേൾവിക്കാർക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി അങ്ങ് അയച്ചിരിക്കുന്ന അങ്ങയുടെ ഭൃത്യനായി സ്തോത്രം. പാസ്റ്റർ ജോ തോമസിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനം ആധികാരികമായി ശുശ്രൂഷിപ്പാന് ആവശ്യമായ അഭിഷേകവും ദൈവകൃപയും ധാരാളമായി പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും ഉതകുവാൻ അവിടെ സംഗതിയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നേ കർത്താവേ. ഈ ഓൺലൈൻ 3 ദിവസത്തെ കൺവെൻഷൻ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായും അങ്ങയുടെ രാജ്യത്തിന്റെ ഭക്തിക്കായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വം എടുക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ദ വേർഡ് ഓഫ് ട്രൂത്ത് ഓൺലൈൻ കൺവെൻഷൻ ദൈവനാമത്തിന്റെ മഹത്വത്തിനായും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. കർത്താവ് ഏവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഓൺലൈൻ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ മാത്യുവിനെ പ്രത്യേകമായി നന്ദിയെ അറിയിക്കുന്നു. തുടർന്ന് ഇന്ന് കർത്താവിന്റെ ദൈവ വചനം സംസാരിക്കുന്ന പാസ്റ്റർ ജോ തോമസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന് വേണ്ടി പാസ്റ്റർ വർഗീസ് ജോർജിനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇപ്രകാരം ഈ മാധ്യമത്തിലൂടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുന്നതിനും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന ഈ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഈ സൂം ലൈനിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുര്യാച്ചൻ ഫിലിപ്പ്, ഈ യോഗം കർത്താവിന്റെ മഹത്വത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിച്ച ഞങ്ങളുടെ പാസ്റ്റർ മാത്യു ഉമ്മൻ, ശേഷം ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളെ ലൈവായി വിവിധ മാധ്യമങ്ങളിലൂടെ വാച്ച് ചെയ്യുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും നന്ദിയെയും അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ബരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ കർത്താവ് തന്റെ ഹിതപ്രകാരം അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഒരു സാക്ഷ്യമായി പറയുന്നതിൽ സന്തോഷമുണ്ട്. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും സഹോദരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾക്ക് ഒരുമിച്ച് ഈ മാധ്യമത്തിലൂടെ ഓൺലൈൻ കൺവെൻഷനായി കടന്നു വരുവാൻ, ദൈവവചനം പഠിപ്പാനൊക്കെ തമ്പുരാൻ ഇടയാക്കുന്നല്ലോ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ കൺവെൻഷനുകളൊക്കെ അനുഗ്രഹമായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ
സന്തോഷകരമായ ഒരു അനുഭവമാണ്. കാരണം സത്യവചനത്തിന്റെ വ്യാപനമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ദിവസങ്ങളിൽ ഈ കാലങ്ങളിൽ കർത്താവ് തന്റെ മഹത്വത്തിനു വേണ്ടി സത്യവചന ഘോഷണത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജോ തോമസ് എബ്രഹാമിനെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ ദിവസങ്ങളിലെ വചന പഠനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ അധികം അഭിഷേകത്തോടെ കർത്താവ് നമ്മുടെ മധ്യത്തിലും തുടർന്നും ആഗോളപരമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ തിരുവചന ശുശ്രൂഷയ്ക്കായി ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസന്മാർ, പാസ്റ്റർ AJ ജോർജ്, പാസ്റ്റർ VJ ജോർജ്, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ജോർജ്, പാസ്റ്റർ മാത്യു ഉമ്മൻ, എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം എന്നുള്ള തലക്കെട്ടിൽ തിരുവചനം പഠിക്കുവാനായി നമുക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ദൈവവചനത്തിൻ്റെ പഠനവും ചിന്തകളും എത്രമാത്രം അനിവാര്യമാണെന്നുള്ളത് വചനം പഠിക്കുവാൻ സമയമെടുക്കുമ്പോൾ മാത്രമേ തെറ്റായ പ്രവണതകളും തെറ്റായ വ്യാഖ്യാനങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ തന്നെ സാധിക്കുകയുള്ളൂ. ക്രമമായ വചന പഠനവും ക്രമമായ വ്യാഖ്യാനവും ആത്മനിറവിൽ വ്യാഖ്യാനിക്കേണ്ടതിന് പകരം മുമ്പിലുള്ള ജനങ്ങളുടെ വൈകാരികമായ ഇളക്കം മനസ്സിൽ വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസം പണിയുന്നതിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് അതിന് കൊടുക്കുന്നുവെങ്കിലും അതിന്റെ അവസാനം കണ്ടുവരുന്നത് വിശ്വാസം തകർക്കപ്പെടുന്ന ഒരവസ്ഥ, വലിയ കൺഫ്യൂഷനിലേക്ക് ദൈവജനം പോകുന്നു. ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഈ COVID-19 പലരും പറയുന്നു അത് വലിയ അനുഗ്രഹമായി തീർന്നു. കാരണം ഒരുപാട് കോൺഫറൻസ്, ഒരുപാട് വചനം കേൾക്കുവാനുള്ള അവസരമുണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷെ വളരെ നിഷ്പക്ഷമായി ഈ സന്ദർഭങ്ങൾ വിലയിരുത്തിയാൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, വിലയിരുത്തണം. കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും എന്തായി കേൾക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. പാട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും എന്തായി പാടുന്നതെന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു വിലയിരുത്തലാണ്. ലൈവ് ഉണ്ടോ, ഇത്ര പേര് കയറി എന്നതിനെക്കാട്ടിൽ എന്തായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള ആ ഒരു പുനഃവിചിന്തനം നമുക്ക് ഏവർക്കും തിരുവചനത്തിലൂടെ കൈവരട്ടെ എന്ന പ്രാർത്ഥനയോടെ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുകയും 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് മുഖ്യ സന്ദേശത്തിനായി തിരികെയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. 4 അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ വാക്യഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കും എക്കാലത്തെ തലമുറയ്ക്കും ഏറ്റവും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. യേശു കർത്താവിന്റെ വരവിനുള്ള ലക്ഷണങ്ങൾ എന്താണ്? വാസ്തവത്തിൽ ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ൽ യെരുശലേം ദേവാലയത്തെ കുറിച്ചുള്ള പരാമർശം 24-ന്റെ 1-ൽ നടക്കുന്നു. അതിന്റെ നാശത്തെക്കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ നാശവും അത് കഴിഞ്ഞിട്ട് ലോക അവസാനം, കർത്താവിന്റെ വരവ്, ഇങ്ങനെ പല കാര്യങ്ങൾ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പൊതുവായ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാതെ, അതിന് കാരണമുണ്ട്, ഇറങ്ങാത്തതിനും കാരണമുണ്ട്, ഞാൻ പറയാം. ആ 4-ാമത്തെ വാക്യത്തിൽ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ എന്നുള്ള ആ വാക്യം കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണമായി,
വലിയ വഞ്ചന, വലിയ ചതിവ്, വലിയ ഡിസപ്ഷൻ അവസാന കാലയളവിൽ ഉണ്ടാകുമെന്നുള്ള ആ ലക്ഷണത്തെ പറ്റി ഇന്നത്തെ ഈ ദിവസം സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ തനിച്ചു വരുന്ന ആ ഒരു അനുഭവം വാസ്തവത്തിൽ മത്തായിയുടെ സുവിശേഷം ക്രമമായി വായിക്കുമ്പോൾ ഇതിനു മുമ്പ് 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലും ഒരു പൊതുവായ കാര്യം യേശു പ്രൊക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ ശിഷ്യന്മാർ പ്രൈവറ്റായി വന്ന് ചോദിക്കുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് കാണുവാൻ സാധിക്കും. 17:17 അതിന് യേശു അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി, ആ വാക്ക് കണ്ടോ, ഇവിടെയും 24:3 സ്വകാര്യമായി അവന്റെ അടുക്കൽ വരുന്നു. അവിടെയും ആ നിത്യസത്യങ്ങൾ ഒന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ സ്വകാര്യമായി, പ്രൈവറ്റ്ലി ദേ കെയിം ടു ജീസസ്. അവിടെ എനിക്ക് എടുത്തു കാണിപ്പാനുള്ള ആ ഒരു വഞ്ചന എന്നുള്ള പദം, ഡിസപ്ഷൻ എന്നുള്ള പദം ഈ 24-ാമത്തെ അധ്യായത്തിൽ പല തവണ ആവർത്തിക്കുന്നതായി കാണുന്നു. അത് കാണിക്കുന്നതും വാസ്തവത്തിൽ ഈ സുനാമി വരുന്നു, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, യുദ്ധം ഉണ്ടാകുന്നു, ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയി നമുക്ക് തോന്നും. ഇന്ന് സിറിയയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ്, അല്ലെങ്കിൽ റഷ്യയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഡെവലപ്മെന്റ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക വാവ്. പക്ഷെ ഇവിടെ ആദ്യമായി പറയുന്നത്, യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായി പറയുമ്പോൾ ആദ്യമായി ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ദുർവ്യാഖ്യാനങ്ങളുടെ ഒരു സമയമായിരിക്കും അവസാന ദിവസങ്ങൾ. 24-ാം അധ്യായം തന്നെ 11-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. Many false prophets will appear and deceive many people. അവിടെയും പിന്നെ ആ പദം കാണുക, അനേകർ. 24-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. 24:4 പറഞ്ഞു തുടങ്ങുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, നിങ്ങളെ തെറ്റിക്കും. 24-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർന്ന് വായിക്കുന്നു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി. അപ്പൊ ഒരു പ്രധാന പ്രശ്നമാണിത്. ഒരു വശത്ത് പ്രകൃതിയെ നോക്കി ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നു, ഒരു വശത്ത് രാജ്യങ്ങളെ നോക്കി ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ ഈ ഒരു ലക്ഷണം ഇതെവിടെന്ന് ചോദിച്ചാൽ ദൈവസഭകളുടെ അകത്ത്, 4 ഭിത്തിക്കകത്ത്, ഇന്നത്തെ അന്തരീക്ഷത്തിൽ പറഞ്ഞാൽ സൂം മീറ്റിംഗിനകത്ത് കാണുന്ന വലിയ ലക്ഷണം, കർത്താവിന്റെ വരവ് ആസന്നമായി, ഏറ്റവും വാതിൽക്ക് നിൽക്കുന്നു എന്നതിന്റെ വലിയ ലക്ഷണം. വിൻഡോ തുറന്നു നോക്കണ്ട, അതിനെക്കാട്ടി മുമ്പ് തന്നെ, ന്യൂസ് പേപ്പറിൽ കാണുന്നതിന് മുമ്പ് തന്നെ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ വഞ്ചന നടക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഈ വഞ്ചന എന്താണ് അറിയണമെങ്കിൽ സത്യം ഏതാണെന്ന് അറിയണം. ഒരു കറക്റ്റായ കറൻസി ഹാൻഡിൽ ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് 500-ന്റെയോ 100-ന്റെയോ നോട്ട്, കള്ളനോട്ട് തിരിച്ചറിയുകയില്ല. ദൈവസഭകളിൽ പുൾപിറ്റുകളിൽ നിന്ന് കേൾക്കുന്ന വ്യാജ സന്ദേശങ്ങൾ തിരിച്ചറിയുവാൻ കൈകൾ അഭ്യസിപ്പിക്കപ്പെടാത്തവർ, ബെറോവയിൽ ഉള്ളവരെ പോലെ വചനം ശോധന ചെയ്യുവാൻ അറിയാത്തൊരവസ്ഥയിൽ വന്നാൽ, ആരോ പറഞ്ഞ പോലെ, വി ബിലീവ് എവ്രിതിങ് ബിക്കോസ് വി ആർ ബിലീവേഴ്സ്. എല്ലാം അങ്ങ് വിശ്വസിക്കുകയാണ്, കാരണം വിശ്വാസികളായതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്നുമാണ് നമ്മൾ ഇന്നത്തെ ഈ രാത്രിയിൽ ആ വഞ്ചന എന്നുള്ള വിഷയം ഒന്ന് അടുത്ത് ചിന്തിപ്പാൻ വേണ്ടി തുടങ്ങുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ പ്രകൃതിയിൽ നിന്നോ, പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചോ, രാജ്യങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ചോ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ കുറിച്ചോ ഇങ്ങനെ ഒരു ദിശയിലേക്ക് പോയി ഒരു ഡേറ്റ്, പോസിബിളി പാസ്റ്ററെ 2020 ഡിസംബറിന് മുമ്പ് കാണുമായിരിക്കുമോ എന്നുള്ള ആ ഒരു പ്രവണതയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം, 1967 ഒരു വലിയ മഹാൻ അന്ന് പറഞ്ഞു, ആ വർഷം വരുന്നുണ്ട് യേശു. തെളിവുകളെല്ലാം അങ്ങ് നിരത്തി പഠനത്തിലൂടെ. അന്നുണ്ടായിരുന്ന എല്ലാ ഡെവലപ്മെന്റ്സും എല്ലാം മത്തായിയുടെ സുവിശേഷത്തിലെ
മറ്റുള്ള ഭാഗങ്ങളും വെച്ച് പറഞ്ഞു 1967 ജീസസ് വിൽ കം ബാക്ക്. 1967 കഴിഞ്ഞു. 1973 ആയപ്പോ 1973 അടുത്തയാള് പ്രത്യക്ഷപ്പെട്ടു. 1973 യേശു കർത്താവ് വരാൻ പോകുന്നത്, മടങ്ങി വരാൻ പോകുന്നത്. അന്നുള്ളവർ പലരും വിശ്വസിച്ചു. കാരണം വിശ്വസനീയമായ തെളിവുകളെല്ലാം കൂടെ നിരത്തി, കലണ്ടറുകൾ കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരുന്നു, ആകെ പ്രശ്നം. 73 കഴിഞ്ഞു. 76 ആയപ്പോൾ അടുത്ത ആള് വന്നു. 1976 അടുത്ത ആള് അനേകം ആൾക്കാരെ ആകർഷിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഇതാ നമുക്ക് സാധാരണഗതിയിൽ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടിരുന്ന അതാ. അടുത്ത 6 മാസത്തിനുള്ളിൽ നടക്കുമോ? അത് 2021 നടക്കുമോ? അതല്ല നമ്മൾ എടുക്കേണ്ട റൂട്ട് എന്നുള്ളത്. 1988 ആയപ്പോ ഒരു ബുക്ക് തന്നെ എഴുതി, 88 reasons why Jesus will return in 1988. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. 88 reasons why Jesus is coming back in 1988. 88 കാരണങ്ങൾ പറഞ്ഞു 1988 കർത്താവ് വരാൻ പോകുന്നതിന്. എന്നെ തിരുവചനം പഠിപ്പിച്ച ഒരു അധ്യാപകൻ, അദ്ദേഹം 1983 ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നത്. അപ്പൊ അദ്ദേഹം ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷകൻ തന്നെ വിലക്കി, കർത്താവ് വരാൻ ഇനി മാസങ്ങളെ ഉള്ളൂ. 1983 യേശു കർത്താവ് വരാൻ പോയ. അപ്പൊ പലപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, അന്ന് ആ വാക്ക് കേട്ടെങ്കിലും ബാഗ് എടുത്തുകൊണ്ട് ബൈബിൾ കോളേജിൽ വന്നത് നന്നായി എന്ന് പറയാറുണ്ട്. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഡേറ്റിലേക്കും വർഷങ്ങളിലേക്കും പോകുന്നതിന്റെ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, 24-ാമത്തെ അധ്യായം 36 എന്താ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കൂ. 24-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പിന്നെ എങ്ങനെയാ കൃത്യമായി പറയുന്നത് 2021 വരുന്നതെന്ന്? അതാ ഞാൻ പറഞ്ഞത് അതിന്റെ ഡേഞ്ചർ. 25-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യവും ശ്രദ്ധിക്കൂ. ചാപ്റ്റർ 25 വേഴ്സ് 13, 25-ന്റെ 13-ലും ഇപ്രകാരമാണ് പറയുന്നത്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പൊ എന്താ സന്ദേശം? സന്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാ സന്ദേശം. ഒരു സ്പെക്കുലേഷനിലേക്ക് പോയാൽ, അപ്പോസ്തല പ്രവൃത്തികളിൽ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ, നിങ്ങൾ ദൗത്യത്തിലേക്ക് പ്രവേശിക്കൂ. നിങ്ങൾ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്താ? ഈ ലക്ഷണങ്ങളെല്ലാം കണ്ട് പ്രെഡിക്റ്റ് ചെയ്യാനിരിക്കുന്ന എന്താ? മുകളിലേക്ക് പോയവൻ മടങ്ങി വരും, നിങ്ങൾ ദൗത്യം ചെയ്യൂ. ദൈവസഭകളെ, ഈ 1-ാമത്തെ ദിവസം തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരുങ്ങിയിരിക്കൂ. യേശു കർത്താവ് വരും, ഏത് നിമിഷവും വരും. എന്നാൽ ഒരു സ്പെക്കുലേഷനിലേക്ക് പോകാതെ, 6 മാസമായിരിക്കുമോ, 2020 ഓഗസ്റ്റ് ആണോ സെപ്റ്റംബർ, എനിക്കത് വ്യക്തമായി അറിയത്തില്ല. പക്ഷെ 2021 ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ, ഞാനും അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുള്ളത് കൊണ്ടാ പറയുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ശവപ്പെട്ടികളുടെ ആവശ്യം വരികയില്ല എന്നൊക്കെ തീർത്തങ്ങ് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു പ്രത്യേക സന്തോഷം വരികയും, പക്ഷേ 1967 മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എന്താണോ സ്ട്രെസ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ടത് എന്താ, അത് വിടുകയാണ്. എഗെയിൻ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വേദ പണ്ഡിതൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ജോയെ, പല സന്ദർഭങ്ങളിലും ഇങ്ങനെ സ്പെക്കുലേഷൻ നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സദസ്സിനൊരു വലിയ ത്രില്ലാണ് തോന്നുന്നത്, അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം യേശു കർത്താവ് 2020 വരും. പക്ഷെ മാനസാന്തരം അത് കേൾക്കാതെ ഒരു ത്രില്ലും കുറച്ച് കാര്യങ്ങൾ വായിച്ചായിരുന്നോ, ഇന്ന മലയാള മനോരമയിൽ അത് എഴുതിയിട്ടുണ്ട്, കുറച്ച് കൂടിയ ഒരു അറിവ് പുതിയതായിട്ട് കിട്ടി, കുറെ എക്സൈറ്റ്മെന്റ് കിട്ടി എന്നുള്ളതല്ലാതെ ഒരു മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടാത്തൊരു അന്തരീക്ഷം, എക്സൈറ്റ്മെന്റ് മാത്രം, ഒരു ത്രില്ല് മാത്രം ഉണ്ടാക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പെക്കുലേഷൻ മോഡിലേക്ക് പോകാതെ വളരെ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മീക സത്യം, അന്ത്യ കാലയളവ് തിരിച്ചറിയുവാൻ ഭക്തന്മാർക്ക്, ദൈവസഭയിലുള്ളവർക്ക് ഒരു നല്ല കണ്ണോടിച്ചു നോക്കിയാൽ, യെസ്, ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം അല്ലല്ലോ, പല പ്രാവശ്യം പലര് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളെ കാണിപ്പാൻ തുടങ്ങുന്നത്. ഈ വാക്യത്തിൽ 24-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. എന്നിട്ട് അതിനകത്തെ ഒരു പദം ഈ അധ്യായത്തിൽ മാത്രമല്ല
വഞ്ചനയോടുള്ള ബന്ധത്തിലുള്ള ഒരു പദം നിങ്ങളെ എടുത്ത് കാണിപ്പാൻ താല്പര്യപ്പെടുകയാണ്. 24:4 ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു, ശ്രദ്ധിക്കൂ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ വഞ്ചിക്കപ്പെടരുത് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞങ്ങൾ വഞ്ചിക്കപ്പെടത്തില്ല, അങ്ങനെ എല്ലാവർക്കും തോന്നുന്നു. നോ 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 അത് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചു, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, അവര് ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടേക്കാം, ഞാൻ വഞ്ചിക്കപ്പെടത്തില്ല എന്നൊരു ചിന്ത വരിക ഉള്ളിൽ. നോ നോ നോ, ഐ വിൽ നോട്ട് ബി ഡിസീവ്ഡ്. പക്ഷേ ഈ അധ്യായത്തിലും വഞ്ചനയെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുമ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പദം ഞാൻ നിങ്ങളെ കാണിക്കാം. 24-ാം അധ്യായം 5-ാം വാക്യം ശ്രദ്ധിക്കൂ, അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. ഇത് ഏതെങ്കിലും ഒരു മൂലയിൽ 2-3 പേര് വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയൊന്നും അല്ല പുസ്തകം പറയുന്നത്. 24-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ, ആ വാക്ക് അടിവരയിടേണ്ട ഒരു കാര്യമാണ്. മെനി മെനി, ഇത് ഫ്യൂ അല്ല. അവസാന കാലയളവിൽ ദുരുപദേശകരായി മാറുന്നവർ, ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നവർ ചുരുക്കമല്ല, മജോറിറ്റി എന്നുള്ളൊരു ആശയമാണ്. മെനി, അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതും നോക്കണം, മെനി, അവിടെയും മെനിയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 പേരുള്ള കോൺഗ്രിഗേഷനിൽ 2 പേര് വല്ലം വഞ്ചിക്കപ്പെട്ടേക്കാം, ചിലപ്പോ ഒരു പ്രഭാഷകൻ വല്ലം, അങ്ങനെയല്ല കാര്യം. ഈ ശേഷിപ്പെന്നുള്ളത് ഒരു ചെറിയ കൂട്ടവും വഞ്ചിക്കപ്പെടുന്നവർ ഒരു വലിയ സമൂഹവും എന്ന വണ്ണമാണ് ഈ വാക്യം നമ്മളെ കാണിക്കുന്നത്. അനേകർ എന്റെ പേർ എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. യേശു പറഞ്ഞ വാക്കുകളാണ്. ഇനി ആ വാക്യം മാത്രമായി ചിന്തിക്കണ്ട. 11-ാമത്തെ വാക്യം വരുമ്പോ എന്താ കാണുന്നത്? 24-ന്റെ തന്നെ 11, വഞ്ചനയുമായി ചേർന്ന് കിടക്കുന്ന പദം ഒന്ന് ശ്രദ്ധിക്കൂ. 24-ന്റെ 11, കള്ളപ്രവാചകന്മാർ പലരും വന്ന്, പിന്നെയും എന്താ അവിടെ ഇരിക്കുന്ന? മെനി മെനി, ഇത് കുറച്ചു പേരല്ല, പലരും വന്ന്, അവിടെയും അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, അനേകരെ തെറ്റിക്കും. അതുകൊണ്ടാണ് ബറക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ബൈബിൾ സ്റ്റഡിയുടെ പ്രസക്തി അവിടെയാ വരുന്നത്. ഈ 3 ദിവസത്തെ ക്ലാസ്സുകൾ ദൈവവചനം ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഒരു വലിയ എക്സൈറ്റ്മെന്റ് തോന്നിയില്ലെങ്കിലും എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയാം. റിപ്പൻഡൻസ് തോന്നിയാൽ, മാനസാന്തരത്തിന് ഉതകുന്നതായി തീർന്നാൽ, അവസാന നിമിഷങ്ങളിൽ കണ്ണുനീർ വന്നാൽ അത് വലിയൊരു ബെനിഫിഷ്യലായി മാറും ഈ ബൈബിൾ സ്റ്റഡി നിമിത്തം. 24-ന്റെ 24 ശ്രദ്ധിക്കൂ, ആ പദം നോക്കൂ, വഞ്ചിക്കപ്പെടുന്നതിനോട് ചേർന്ന് കിടക്കുന്ന പദം. 24-ന്റെ 24, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. കുറച്ചുപേരല്ല, ധാരാളം ആളുകൾ, 1-2 പേരുടെ കാര്യമല്ല ഇത്, നിറഞ്ഞു നിൽക്കുന്നു, സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത. ഇനിയും ഈ മത്തായി സുവിശേഷം 24-ൽ നിന്ന് ഒരു വലിയ കാര്യം അനേകർ എന്നുള്ളത് ഇവിടെ മാത്രം ഒരുപക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ യേശു പറഞ്ഞതായിരിക്കും. അങ്ങനെ ചിന്തിക്കണ്ട. ഒരു നിമിഷം മത്തായി സുവിശേഷം 24-ൽ നിന്ന് ഒരു ബാക്ക് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് ഈ വഞ്ചന എന്ന പദം വേറെ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ, ലേഖനങ്ങളിൽ വരുമ്പോഴും അതിനോട് ചേർന്ന് ഈ വാക്ക് കിടക്കുകയാണ്. നോക്കൂ, 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? 2 Corinthians chapter 2 verse 17, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന, അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, ചിലരെ പോലെ എന്നല്ല, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന കുറച്ചുപേരെ പോലെ എന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. യേശു വിളിച്ചു പറയുന്നു അനേകർ, പലരെയും തെറ്റിക്കും. ഇവിടെ പൗലോസും പറയുന്നു അനേകരെ പോലെയല്ല എന്ന് പറഞ്ഞാൽ ശതമാനം പറഞ്ഞാൽ തെറ്റിപ്പോവും. 10-ൽ 8 10-ൽ 9 പറഞ്ഞാൽ തെറ്റിപ്പോവും. അത് ഈ സെഷന്റെ, നമ്മുടെ ഈ അടുത്ത 1 മണിക്കൂറൂടെ കഴിയുമ്പോൾ ശതമാനം നിങ്ങളുടെ മനസ്സിൽ വരട്ടെ എന്ന് ഞാനൊരു ശതമാനം പറയാതെ നിങ്ങൾ തന്നെ ആ ശതമാനം കണ്ടുപിടിക്കൂ. അവസാനം നിങ്ങൾ 10 പ്രസംഗം, ലാസ്റ്റ് 10 മെസ്സേജസ് ദാറ്റ് യു ഹാവ് ഹേർഡ്,
അതിൽ എത്ര എണ്ണം പുസ്തകത്തിന്റെ ലൈൻ ഓഫ് തോട്ട് ആയിരുന്നു എന്നുള്ളത് യു ഹാവ് ടു ഇവാലുവേറ്റ്. അത് വളരെ വിപ്ലവകരമായ ചിന്തകളിലേക്കും നമ്മൾ എത്രമാത്രം അന്ധതയിൽ കിടക്കുന്നു എന്നുള്ളതിനെയും മനസ്സിലാക്കി തരുന്നതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ. അനേകർ, ഇനി അവിടെ 2 കൊരിന്ത്യരിൽ മാത്രമല്ല, ഫിലിപ്പി ലേഖനം 3:18 നോക്കൂ. നിങ്ങളിൽ ചിലരുടെ കയ്യിൽ പേനയും പേപ്പറും ഒക്കെ കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഈ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കേട്ടു പോകുന്നതല്ല, അങ്ങനെയല്ല. പ്ലീസ് സ്റ്റഡി അബൌട്ട് ദിസ്, പ്ലീസ് മെഡിറ്റേറ്റ് ഓൺ ദീസ് വേഴ്സസ്. ഈ അന്ത്യകാലത്തിൽ പത്രം വായിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക, പ്ലീസ് റീഡ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കാതെ ഒരു എക്സൈറ്റ്മെന്റിലേക്ക് പോകാതെ നോക്കൂ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:18, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ. അടുത്ത വാക്ക് എന്തുവാ? പൗലോസ് പറയാ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ ചിലർ ക്രിസ്തുവിന്റെ എന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ പൗലോസിന്റെ കൂടെയുള്ള തിമോത്തിയോസോ, തീത്തോസോ, എപ്പാഫ്രാസോ ഒക്കെ ഇതൊരു മൈനോറിറ്റിയാണ്. പ്രിയ ദൈവമക്കളെ, ഈ 2020-ൽ നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവർ, വ്യാജത്തെ വ്യാജമെന്ന് പറയുന്നവർ, അത് ദൈവവചനത്തിന് നിരക്കാത്ത സന്ദേശമാ എന്ന് തുറന്നു കാണിക്കുന്നവർ, ആ പാട്ട് വേദശാസ്ത്രത്തിന് ചേർന്നതല്ല എന്ന് പറയുന്നത് ചുരുക്കമാണ്. അല്ലേ, നിങ്ങൾ യൂട്യൂബോ ടെലിവിഷനോ ഓപ്പൺ ചെയ്ത് നോക്കൂ. കേൾക്കുന്നതെല്ലാം ചിലപ്പോ അങ്ങനെ തുറന്നു കാണിക്കുന്നവർ. ഇപ്പൊ പൗലോസിനെ പോലെ പറയാ ഒരാള്, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായെന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് വരുന്ന ചിന്ത, പിന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ സത്യം പറയുന്നത്. അന്നല്ലേ പൗലോസിനെ കുറിച്ച് തോന്നുന്നത്. കാരണം ഫിലിപ്പി ലേഖനം അനേകർ എന്ന് പറയുന്നു, 2 കൊരിന്ത്യർ അനേകരെ പോലെ അല്ല ഞങ്ങളെന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു മനുഷ്യന്റെ, പൗലോസേ താങ്കൾ മാത്രമേ ഉള്ളൂ സത്യം പറയുന്നത്, താങ്കളും ടൈറ്റസും തീമോത്തിയും എപ്പാഫ്രാസും സോസ്തെനസും ഒക്കെ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാവരും ശുശ്രൂഷക്കാരല്ലേ, അവരെല്ലാം ബൈബിൾ കോളേജിൽ പഠിച്ചവരല്ലേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സത്യം. അതാ സാധാരണഗതി മനസ്സിൽ വരുന്നത്. പക്ഷേ ചിന്തിക്കൂ, ഈ കാര്യത്തിന്റെ ഗൗരവം ചിന്തിക്കൂ. നമ്മളൊക്കെ വേരിയസ് ഡിനോമിനേഷനിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നവർ, യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും പല സഭകളും പല രീതിയിലുള്ള കാര്യങ്ങളും വിട്ടിറങ്ങിയവരാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പോ വന്നപ്പോ, പെന്റക്കോസ്റ്റൽ സമൂഹത്തിലേക്ക് വന്നപ്പോ, വേർപെട്ട കൂട്ടത്തിലേക്ക് വന്നപ്പോ അനേകർക്ക് ഡിസേൺമെന്റ് ഇല്ലാത്തതുപോലെ, ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ വിശ്വാസികളായതുകൊണ്ട് എല്ലാം വിശ്വസിച്ച് ഒരു വല്ലാത്ത പരുവത്തിലായിരിക്കുന്നു. ഈ അനേകർ ദൈവസഭകളിൽ വേറെ സുവിശേഷം പറയുന്നവരും വേറെ ദിശയിലേക്ക് നയിക്കുന്നവരും ഉണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ പാസ്റ്റർ അങ്ങനെ ഒരു ചിന്തയൊന്നും നല്ലതല്ല പാസ്റ്ററെ, അതൊരു സ്വയനീതിയുടെ ലക്ഷണമല്ലേ ഇതാ പറയുന്നത്. ഇനിയും ഫിലിപ്പി ലേഖനം 3:18 കഴിഞ്ഞിട്ട് യോഹന്നാൻ എന്താ പറഞ്ഞത്? ഇത് പൗലോസ് മാത്രമേ ഈ ബോർഡ് എടുത്ത് കാണിച്ചിട്ടുള്ളൂ. വാണിംഗ്, പലര് അനേകർ. 1 യോഹന്നാൻ 2:18 വാക്യം ശ്രദ്ധിക്കൂ. ഇതാ ഫസ്റ്റ് സെഞ്ചുറിയിലെ മെയിൻ ഇഷ്യൂ ഞാൻ നിങ്ങളോട് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഹോളിൽ ഇരിക്കാൻ സ്ഥലമില്ലെന്നുള്ളോ, അല്ലെങ്കിൽ പാർക്കിംഗ് ലോട്ടിൽ 10 വണ്ടികളെ കിടക്കത്തുള്ളൂ, നമ്മളിപ്പോ 35 കാറുണ്ട്, ഇതൊന്നും അല്ല ഇഷ്യൂ ഇതാണ്. ശുശ്രൂഷ ചെയ്യുന്നവരിൽ തന്നെ അനേകർ വേറൊരു ദിശയിൽ മനുഷ്യരെ കൊണ്ടുപോകുന്ന സുവിശേഷത്തിന് യോഗ്യമാവണ്ണം അല്ല ക്രൂശിന്റെ ശത്രുക്കളായിട്ടുള്ള ശുശ്രൂഷകർ. 1 യോഹന്നാൻ 2:18 കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അടുത്തത് നോക്കൂ, ഇപ്പോൾ ചില എതിർ ക്രിസ്തുക്കൾ എന്നല്ല, ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. നോക്കിക്കേ, അവിടെയും ശ്രദ്ധിക്കപ്പെടേണ്ട വാക്ക് അനേകം, പലർ, അനേകം, ആവർത്തിച്ച് പുതിയ നിയമത്തിൽ നിറഞ്ഞു കിടക്കുക. 2 തിമോത്തിയോസ് 4:3 വാക്യം നമുക്കെല്ലാം സുപരിചിതമായ വാക്യം. അന്ത്യകാലം, ലാസ്റ്റ് ഡേയ്സ് എങ്ങനെ തിരിച്ചറിയാം? ജനല് തുറന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ മാത്രമാണോ?
അല്ലെങ്കിൽ പെട്ടെന്ന് ന്യൂസ് പേപ്പർ കൊണ്ടുപോവാ, അവിടെ മാത്രമാണോ? ഇല്ല, അതിനകത്തറിയാം, ഇതിനകത്തറിയാം, സൂം മീറ്റിംഗിൽ അറിയാം, വേദികൾ, കൺവെൻഷൻ വേദികളിൽ അറിയാം. എങ്ങനെ അറിയാം? 2 തിമോത്തി 4:3 നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. ഇതാ കൂടാൻ പോകുന്നത്, അല്ലാതെ അത് കുറയുകയല്ല, ഒരു ന്യൂനപക്ഷമല്ല ഈ മറ്റൊരു സുവിശേഷമോ വേറൊരു ആത്മാവ് കൊണ്ടോ ശുശ്രൂഷിക്കുന്നത്. Majority are going to be like that. If we don't have discernment, then we are candidates for deception. ഒരു ഡിസേൺമെന്റ്, ആത്മനിറവിൽ വിവേചനപരമില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി നമ്മൾ സഭകളിൽ പോയിരിക്കുക, അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക. ഇന്നത്തെ മെയിൻ ടെക്സ്റ്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഈ അനേകം ഉള്ളത് കൊണ്ട്, പലരും ഉള്ളത് കൊണ്ട്, പൗലോസിന്റെ സ്ഥാപിച്ച ഒരു സഭയിൽ റിഫ്ലക്റ്റഡ് ആയത് ഈ യേശു കർത്താവ് പറഞ്ഞ ഈ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങൾ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമേ. 2 Corinthians chapter 11 verse 2, 3 and 4. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞതുപോലെ ദാ വന്നു, സാമ്പിൾ വന്നു, മുമ്പിൽ നിൽക്കുന്നു. എന്താ ഇവിടെ പറയുന്നത്? 11 verse 2. ഞാൻ നിങ്ങളെ കുറിച്ച്, പൗലോസിന്റെ വാക്കുകൾ നോക്കിക്കേ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. എന്താ പൗലോസെ കാര്യം? എന്താ ഈ എരിവിന്റെ കാര്യം? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കേണ്ട, എന്നാൽ ഒരു ഡേഞ്ചർ ഇവിടെ ഉണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരു ഡേഞ്ചർ, ദൈവസഭയ്ക്ക് ഒരു ഡേഞ്ചർ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, കേൾക്കൂ ആ വാക്കുകൾ, നിങ്ങളുടെ മനസ്സ്, സഭ വരാത്തതല്ല പ്രശ്നം. സഭ വരാത്തതാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി നമ്മൾ അഡ്രസ് ചെയ്യും. നമ്മൾ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെങ്കിലും വിളിക്കും, കണ്ടില്ലല്ലോ, 2 ആഴ്ചയായിട്ട് സൂമിൽ കയറിയില്ലല്ലോ, ഇതൊന്നും അല്ല വിഷയം. നിങ്ങളുടെ മനസ്സ് സഭയിൽ വന്നിരിക്കുമ്പോൾ തന്നെ, ഉപവസിക്കുമ്പോൾ തന്നെ, സൂമിൽ കൈയടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് ഈ മനസ്സ് മാറ്റിക്കളയുന്ന, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടാൻ വേണ്ടി ഇവരെ ഉന്തുന്നത് ആരാന്നറിയാം? ഉന്തുന്നത് അങ്ങേ നെയ്ബർ, യേശുവിനെ അറിയാത്തവൻ എന്തെങ്കിലും ട്രിക്ക് കാണിച്ചത് കൊണ്ടല്ല. ആരെന്നറിയാമോ ഈ നിർമ്മലതയും ഏകാഗ്രതയും മറിച്ചു കളഞ്ഞത്? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരുത്തൻ വന്ന്. ഈ അനേകരെന്ന് നമ്മൾ കണ്ടല്ലോ, അനേകരിൽ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. എന്താ അന്ത്യകാലത്തിന്റെ ലക്ഷണം? അന്ത്യകാലത്താണോ നമ്മളെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഈ ലക്ഷണം നോക്കിയാൽ മതി, ഇത് എത്രയും കൂടിയെന്ന് നോക്കിയാൽ മതി. മറ്റൊരു യേശു എവിടെ നിന്ന്? ദൈവസഭകളുടെ പുൾപിറ്റിൽ. പൗലോസ് ശുശ്രൂഷിച്ച കൊരിന്ത് സഭയ്ക്കകത്ത് ഈ മറ്റൊരു സുവിശേഷം ആൾക്കാർ വന്ന് പ്രസംഗിച്ചെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നോ 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 നോ, അവർ പുൾപിറ്റ്സ് വിൽ നെവർ ബി യൂസ്ഡ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റ് യേശു ഏതാണെന്ന് മനസ്സിലാവണം. എന്നാലേ ഈ മറ്റൊരു യേശുവിനെ തിരിച്ചറിയാൻ തന്നെ സാധിക്കുകയുള്ളല്ലോ. എന്നിട്ട് വാക്ക് നോക്കൂ, പ്രസംഗിക്കുകയോ. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും, ഇത് സ്ട്രോങ് വേർഡ്സ് അല്ലേ? വേറൊരു ആത്മാവിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയവർ ദൈവസഭയ്ക്കകത്ത്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. 3 കാര്യങ്ങളാണ് പറയുന്നത്, നോട്ട് ചെയ്യൂ. മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകുവാനുള്ള പ്രധാന കാര്യം. അതൊരു വഞ്ചനയായിട്ടാണ് പൗലോസ് പറയുന്നത്. ഇതാരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നിങ്ങളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആരെങ്കിലുമോ
അറിഞ്ഞോണ്ടല്ല വഞ്ചിക്കപ്പെടുന്നത്. ഈ ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ പോകുന്ന അറിഞ്ഞോണ്ടല്ല. ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത് വളരെ നൈവ് ആൾക്കാരാണ്, വളരെ ഇന്നസെന്റ് ആൾക്കാരാണ്, ജെനുവിൻ ആൾക്കാരെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ വചനം അറിയാത്തത് കൊണ്ട്, ആ ഒരു കാരണത്താൽ, വചനത്തിന്റെ കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോകുന്നു. പിന്നെയും ഞാൻ പറയട്ടെ, ഇവിടത്തെ പ്രശ്നം ഒരു കൾട്ടിൽ പോകുന്നതല്ല. ഇവിടത്തെ പ്രശ്നം, ഇവിടെ പൗലോസ് കൊരിന്ത ആൾക്കാരോട് നിങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളുടെ ഏകാഗ്രത പോകുന്നു പറഞ്ഞാൽ ഇവർ മ്ലേച്ഛതയിൽ പോകുന്നതോ വ്യഭിചാരത്തിൽ പോകുന്നതോ അന്യദേവന്മാരെ ആരാധിക്കാൻ പോയതോ ഒന്നും അല്ല. ഇവർ സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ പുൾപിറ്റിൽ നിന്നും ഏകാഗ്രത വിട്ടുകളയുന്ന സന്ദേശങ്ങൾ വരുന്നു. യേശു പറഞ്ഞതുപോലെ വഞ്ചിക്കപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വരുന്നു. പൗലോസ് പറഞ്ഞതുപോലെ കർണരസകരമായത് ഘോഷിക്കുന്ന ഒരവസ്ഥ വരുന്നു. സത്യമേതാ കള്ളമേതാ എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥ. നോക്കൂ, ഈ വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. ഈ എരിവെന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എവിടുന്ന് കിട്ടി? പൗലോസേ, എന്താ ഇത്ര എരിവൊക്കെ? ഈ കൊരിന്ത് സഭയെ നോക്കിയാൽ വാസ്തവത്തിൽ 1.5 വർഷത്തോളം പൗലോസ് ശുശ്രൂഷിച്ച ഒരിടമാണിത്. അത് എടുത്തു പറയേണ്ടതാണ്. കാരണം തെസലോനിക്ക പോലൊരു പട്ടണത്തിൽ കേവലം 3 ആഴ്ചകൾ മാത്രമേ പൗലോസ് ശുശ്രൂഷിക്കുന്നുള്ളൂ തെസലോനിക്കയിൽ. എന്നാൽ കൊരിന്ത് ആൾക്കാർ ആ രീതിയിൽ വളരെ ഭാഗ്യമുള്ളവരാണെന്ന് വേണം കരുതാൻ. 1.5 വർഷത്തോളം പൗലോസ് അവരെ വചനം പഠിപ്പിച്ചു. 1.5 വർഷം പൗലോസിനെ പോലെ ഒരാള് ശുശ്രൂഷിച്ചാൽ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. രാവിലെയും ശുശ്രൂഷ, രാത്രിയിൽ വീടുതോറും കേറിയുള്ള ശുശ്രൂഷ. ഈ they will be flooded with God's word, unadulterated God's word. എഫെസസിൽ നിന്നൊക്കെ പൗലോസ് യാത്ര ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നതല്ലേ, നിങ്ങൾക്ക് പ്രയോജനം വരുന്നതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല, നിങ്ങളുടെ ആരുടെ മുഖം നോക്കിയിട്ടില്ല. ഇങ്ങനെ 1.5 വർഷം ശുശ്രൂഷിച്ച കൊരിന്ത് സഭ, ഇവര് വാസ്തവത്തിൽ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ വ്യത്യസ്തമായ വിഗ്രഹാരാധനകളും മ്ലേച്ഛതകളും ഒക്കെ വിട്ടു വന്നപ്പോൾ 1 കൊരിന്ത്യർ 1 ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ജ്ഞാനികൾ ഏറെയില്ല, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായത്. പക്ഷെ ഈ ഭോഷന്മാരും ബലഹീനന്മാരും നികൃഷ്ടമായതും ഇതൊക്കെ 1 കൊരിന്ത്യർ 1:6 വായിക്കുമ്പോൾ ക്രിസ്തുവേശുവിൽ നിങ്ങൾ സമ്പന്നരായിരിക്കുന്നു എന്നല്ലേ കാണുന്നത്. 1 Corinthians 1:6 സകല വചനത്തിനും പരിജ്ഞാനത്തിനും സമ്പന്നരായി ഇവർ മാറി. അപ്പൊ ഡിസപ്ഷൻ ആർക്കാ നടക്കുന്നത്? ഡിസപ്ഷൻ ആർക്കാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ സൂമിൽ കയറാത്തവരോ അല്ലെങ്കിൽ സഭയിലെ പുള്ളി ആക്റ്റീവേ അല്ല, ഇങ്ങനെയുള്ളവരും മാത്രമല്ല, വചന പരിജ്ഞാനത്തിൽ സമ്പന്നർ. 1 Corinthians 1:6 7ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഈ സഭയിലാ പൗലോസ് പറയുന്നത്, ബി വെരി കെയർഫുൾ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, യേശു പറഞ്ഞതുപോലെ, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ, വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അന്ത്യകാലത്തിൽ നടക്കുന്നത് ഉപായത്താൽ ചതിവുപെടുന്ന ഒരവസ്ഥ. അപ്പൊ ഇവരെ ഓർത്ത് പൗലോസ് ഇത്ര എരിവ് കയറാൻ കാര്യം, ഒരു പക്ഷെങ്കിൽ പുറപ്പാട് പുസ്തകം 20:5 ഒരു നിമിഷം നോക്കൂ. അവിടെ കാണുന്നത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഒരു പക്ഷെങ്കിൽ തീഷ്ണതയുള്ള ദൈവത്തിന്റെ ചിത്രവും തീഷ്ണതയുള്ള ദൈവത്തിന്റെ മാതൃകയും ശുശ്രൂഷകനായ പൗലോസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഐ വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. ഇത് പോന്ന വഴി പോകട്ടെ. ഇന്നത്തെ ചിലരുടെ പ്രതികരണം അങ്ങനെയാണ്, നമുക്ക് എല്ലാവരെയും ഒന്നും നന്നാക്കാനൊക്കത്തില്ല. പാസ്റ്റർ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവരെയും നന്നാക്കുമെന്ന്? പെർഫെക്റ്റ് ആയ ഒരു ചർച്ച് ഒന്ന് കാണിച്ചു തന്നേ എന്നാൽ ചിലർ പറയുന്നതാണ്. പെർഫെക്റ്റ് ആയ ഒരു ചർച്ച്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭ പെർഫെക്റ്റ് ആണോ? പെർഫെക്റ്റ് ആയ ഒരു ചർച്ച് ഒന്നും ഇല്ല ബ്രദറെ. പെർഫെക്റ്റ് ആയ ചർച്ച് ഇല്ല എന്നുള്ളത് ശരിയാ, പക്ഷേ ഇംപെർഫെക്റ്റ്നെസ് കാണുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുന്നതല്ല ആത്മീയത, അത് ഡിപ്ലോമസി എന്നാ പറയുന്നത്. അതിനെ സഭയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, കർത്താവിന്റെ വചനത്തിന് ചേരാത്ത പ്രവണതകൾ കാണുമ്പോൾ മിണ്ടാതിരുന്ന് നമുക്ക് എല്ലാവരെയും നന്നാക്കാനൊന്നും ഒക്കത്തില്ല എന്ന് പറയുന്നതല്ല ആത്മീയത. ആത്മീയതയുടെ ലക്ഷണം ഇവിടെ കാണുന്നത് എരിവോടെ എരിയുന്നു. ഈ ബൈബിൾ സ്റ്റഡിയിൽ എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന, നിങ്ങളിൽ ചിലരിൽ ദൈവം ആ ഒരു എരിവ് നൽകട്ടെ. ഇതുവരെ പോയ പോലെയല്ല,
എന്തെങ്കിലും ആകട്ടെ ചുറ്റിനുമെന്നുള്ളൊരു മനോഭാവമല്ല. ഡിസെപ്ഷൻ ഈസ് അറ്റ് ദ ഡോർ. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ, ഒരു പാമ്പ് ഈ മുറിക്കകത്തുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഗൗരവം, ആ ഒരു വലിയ തിടുക്കം, ആ പെട്ടെന്ന് ഒരാളെ രക്ഷിക്കാനുള്ള വ്യഗ്രത, ഇത് ദൈവസഭയ്ക്കകത്ത് കാണുന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് അതിൽ. പൗലോസ് എരിവ് കയറുവാൻ കാര്യം, എരിവോടെ പറയാൻ കാര്യം. ഒരു പക്ഷേ യെശയ്യാപ്രവാചന പുസ്തകം 26:11 കാണും. യഹോവേ, നിന്റെ കൈ ഉയർന്നിരിക്കുന്നു, അവരോ കാണുന്നില്ല, എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവർ കണ്ട് ലജ്ജിക്കും. തീക്ഷ്ണതയുള്ള ദൈവം, എരിവുള്ള ദൈവം. അതുപോലെ ഇവിടെ പൗലോസ് എന്ന ശുശ്രൂഷകൻ എരിവോടെ എരിഞ്ഞുകൊണ്ട് പറയുക, നിങ്ങളെ ആരും ചതിക്കരുത്. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാകുന്നു. പ്രസംഗകർക്ക് യാതൊരു പഞ്ഞവുമില്ല. മലയാളിക്കരയിൽ മലയാള സംസാര ചെയ്യുന്നവരുടെ ഇടയിൽ പ്രസംഗകർക്ക് യാതൊരു പഞ്ഞവുമില്ല. ഓരോ വർഷവും 100 കണക്കിന് ആൾക്കാർ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങുന്നു. അതിൽ കൊച്ചിലെ മുതലേ വളരെ സമർത്ഥരായി സംസാരിക്കുവാൻ കഴിവുള്ളവർ YP-യിലോ PYPA-യിലോ CA-യിലോ അപ്പോൾ തന്നെ പ്രസംഗ കലയും മികവുമുള്ള അനേകർ വെളിയിൽ വരുന്നു. എന്നാൽ കാലഘട്ടത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രസംഗത്തെക്കാട്ടിൽ പ്രവചന ശബ്ദമായി ദൈവത്തിന്റെ എരിവോട് എരിഞ്ഞ് ദൈവസഭകളുടെ മുമ്പിലുള്ള വലിയ പരാജയം, വലിയ മലിനത ഇതിനകത്തുള്ളത്, ദുർവ്യാഖ്യാനങ്ങളിൽ മുങ്ങിപ്പോയതിനെ തുറന്നു കാണിച്ച് അടുത്തൊരു വേദി ഉണ്ടെങ്കിലും വേദി ഇല്ലെങ്കിലും സത്യം സത്യമായി പറയുന്ന ഒരു കൂട്ടം ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ എന്ന എന്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ ധ്യാനിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരുക്കമാ വേണ്ടത്. ലോർഡ്, വി ഡോണ്ട് വാണ്ട് ടു ബി ഡിസീവ്ഡ്. We want people to rise up in this last days who will not compromise, who will speak truth on the face. ഓഫറിംഗ് കിട്ടിയാലും ഓഫറിംഗ് കിട്ടിയില്ലെങ്കിലും, വേദി കിട്ടിയാലും വേദി കിട്ടിയില്ലെങ്കിലും എരിവോടെ എരിഞ്ഞു പറയുന്ന പൗലോസ് ഇവിടെ ആ ഒരു ബന്ധത്തിൽ നിന്നും, വാസ്തവത്തിൽ പൗലോസ് ആ 11-ാമത്തെ അധ്യായത്തിന്റെ വാക്യങ്ങൾ നോക്കിയാൽ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ 1-ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിൽ മനസ്സിലാക്കുമ്പോൾ ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡാണ് ഈ ബിട്രോത്തൽ എന്ന് പറഞ്ഞാൽ. വിവാഹ നിശ്ചയം 1 ഇയർ പീരീഡാണ്. ആ 1 ഇയർ പീരീഡിൽ ശ്രദ്ധിക്കണം, അവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരുമിച്ച് താമസിക്കുന്നില്ല, പക്ഷെ അറിയപ്പെടുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ബന്ധത്തിൽ നിന്നും വെളിയിൽ പോകണമെങ്കിൽ 2 കാരണങ്ങളെ ഉണ്ടാകാവൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരാള്, ഇന്നത്തെ പോലെ എൻഗേജ്മെന്റ് അല്ല അന്ന്, ബിട്രോത്തൽ പീരീഡിൽ നിന്ന് വെളി വരണമെങ്കിൽ ഒന്നീ ഡെത്ത്, മരണം, അല്ലെങ്കിൽ ഉപേക്ഷണ പത്രം. അതാണ് യോസഫിന്റെയും മറിയയുടെയും കേസിൽ കാണുന്നത്. പൗലോസ് കാണുന്നത് ഈ 1 വർഷത്തെ പീരീഡിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു ബ്രൈഡിനെയും ബ്രൈഡ്ഗ്രൂമിനെയും അവരെ സൂക്ഷിക്കേണ്ട ചുമതല. ശ്രദ്ധിച്ചു കേൾക്കണം, അവരെ സൂക്ഷിക്കേണ്ട ചുമതല. അവർ വഞ്ചിക്കപ്പെട്ടു പോകാതെ, അവർ ചതിക്കപ്പെട്ടു പോകാതെ, അൺഫെയ്ത്ത്ഫുൾനെസ് അവരിൽ വരാതെ സൂക്ഷിക്കേണ്ട ചുമതല ആരുടെയാണെന്നറിയാമോ? പിതാവിന്റെ ചുമതലയാണ്. വിവാഹ ദിവസം പെൺകുട്ടിയിലെ വേദിയിലേക്ക് ആനയിക്കുമ്പോൾ പ്യോർ വെർജിനായി, ലോകത്തിലുള്ള അന്യ പുരുഷന്മാരുടെ കരസ്പർശം ഏക്കാത്ത നിർമ്മല കന്യകയായി, ഏകാഗ്രതയുള്ള നിർമ്മലതയുള്ള ഒരു കന്യകയായി പ്രസന്റ് ചെയ്യേണ്ടത് പിതാവിന്റെ ഉത്തരവാദിത്വമാണ്. പൗലോസിനെ തന്നെ കണ്ടത് എങ്ങനെയാണെന്നറിയാം. 1 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്താണെന്നറിയാം? ഈ കാലഘട്ടത്തിന്റെ ആവശ്യം സർവൈവലിന് വേണ്ടി, ലൈവ്ലിഹുഡിന് വേണ്ടി, ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങി ആർക്കോ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വേല ചെയ്യുന്ന ഒരു കൂട്ടം വേലക്കാരല്ല. പിതാക്കന്മാരായി തീർന്ന് മുമ്പിലുള്ള കോൺഗ്രിഗേഷന്റെ
ആത്മീകമായ വളർച്ചയെ മുൻനിർത്തി കണ്ടുകൊണ്ട് അവരൊക്കെ പിതാക്കന്മാരായി മാറി അവരെ നിർമ്മലതയിൽ യേശുവിന്റെ വരവിങ്കൽ ആനയിക്കുന്ന പതിവ്രതയായ മണവാട്ടിയെ പോലെ, ശുഭ്രമായ തേജസ്സുള്ള മണവാട്ടിയെ പോലെ വചന ശുശ്രൂഷയിലൂടെ അവരെ ഒരുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ആവശ്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ ദൈവമക്കളെ. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഈ ട്രാൻസ്ഫറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ പിതാക്കന്മാരെ പോലെ ആയി തീരുവാനുള്ള സമയമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കൂ. കാരണം വന്നിരിക്കുമ്പോഴേ തന്നെ പോകുന്ന കാഹളമാണ് 2ാം ആഴ്ച മുതൽ മുഴങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആരോ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ചിലയിടത്ത് 2 വർഷമുണ്ട്, ചിലയിടത്ത് 5 വർഷമുണ്ട്. ഈ ക്രമീകരണങ്ങളൊക്കെ സംഘടനാ രീതിയിൽ ആവശ്യമായി വന്നേക്കാം ചിലപ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, വേണ്ട 2ഉം വേണ്ട 5ഉം വേണ്ട, 3 നല്ലതെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് ചോദിച്ചാൽ സങ്കീർത്തനം 150 എണ്ണം എല്ലാം ഉള്ളൂ. അപ്പൊ ഒരു റൗണ്ട് കഴിയുമ്പോഴത്തേന് 3 വർഷം ആവും. ഇതൊരു പ്രൊഫഷണലിസം പോലെ എന്ന് പറയാം. ഒരിടത്തു നിന്ന് വേറെടുത്തേക്ക് പോകുമ്പോഴേ രജിസ്റ്ററിനകത്ത് എല്ലാം ഓരോ ആഴ്ചത്തെ സങ്കീർത്തനവും റെഡിയായി. എല്ലാം ഒരു പ്രൊഫഷണൽ ടച്ചായി മാറാൻ കാര്യം എന്താ? അവിടല്ലേ ഈ വഞ്ചന തിരിച്ചറിയാൻ വയ്യാതായി പോയത്. ശുശ്രൂഷിക്കുന്നവർ തന്നെ വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥയും. കാരണം അവർക്കും സർവൈവൽ മോഡിലേക്ക് പോകുന്നു. പ്രയോജനമുള്ളതെല്ലാം പറയാനൊക്കത്തില്ല, പ്രയോജനമല്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടാകും. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഓർക്കേണ്ടത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വി വാണ്ട് എ ജനറേഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ, പ്രവചന ദൂത് പറയുന്ന ശുശ്രൂഷകന്മാർ പിതാക്കന്മാരായി മറ്റുള്ളവരുടെ ആത്മീക ആരോഗ്യം മുൻനിർത്തി, ആത്മീക പ്യൂരിറ്റി മുൻനിർത്തി ശുശ്രൂഷിക്കുന്നവർ. മുമ്പോട്ട് പോകാം. എന്താ ഇവിടുത്തെ പ്രശ്നം? ഈ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കൊരിന്തിൽ എന്തോ നടന്നു, ശ്രദ്ധിക്കണം. എന്താ ഇത്ര വാസ്തവത്തിൽ പൗലോസിനെ പോലുള്ള ഇങ്ങനെയുള്ള രീതിയിൽ ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ വേണേ പറയും പൗലോസ് ഇന്ന് ഒത്തിരി ഇമോഷണൽ ആയിരുന്നു. ആ പ്രസംഗത്തിൽ അങ്ങ് ഭയങ്കര എന്തായാലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും, ഭയങ്കര ഇമോഷണല്ല അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചത്. ഇത് ഇമോഷണലൊന്നും അല്ല. എന്താ ഇത്ര എരിവോട് എരിഞ്ഞുകൊണ്ട് ഇത്ര വലിയൊരു കാര്യം തന്നെ പിതാവായി കണ്ടുകൊണ്ട് യേശു പറഞ്ഞ വഞ്ചന എന്റെ സഭയിൽ നടക്കരുത്. ഞാൻ വചനം ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്വം, അവര് മലിനപ്പെട്ടു പോകരുത്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്റെ കോൺഗ്രിഗേഷൻ ചതിക്കപ്പെടരുത്. പ്രിയ ദൈവമക്കളെ, എന്റെ മനസ്സിലിരിക്കുന്ന ഏറ്റവും അങ്ങ് അകത്തളത്തിലെ ആഗ്രഹവും അതാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരും, നമ്മൾ ആരും ഈ 3 ദിവസത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞ് വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആയി തീരരുത് എന്നുള്ളൊരു ആഗ്രഹമാണ്. എന്താ, വാട്ട് ഈസ് ദ റിയൽ മാറ്റർ ഹിയർ? പൗലോസ് വിളിക്കുന്ന ഈ തെറ്റിക്കാൻ നിൽക്കുന്ന ഉപായം പ്രയോഗിക്കുന്ന അനേകരെ വിളിക്കുന്ന ഭാഷകൾ നിങ്ങളൊന്ന് നോക്കണം. 11-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 2 കൊരിന്ത്യർ 11:13. ഈ വഞ്ചിക്കപ്പെടുത്തുവാൻ നിൽക്കുന്നവർ, ഉപായം പ്രയോഗിച്ച് ഏകാഗ്രത തിരിക്കുവാൻ നിൽക്കുന്നവരെ പൗലോസ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് 11:13 നോക്കിയേ. ഇങ്ങനെയുള്ളവർ ഈ ഉപായം പ്രയോഗിക്കുന്നവർ എവിടെ? പുൾപിറ്റിൽ നിന്നുകൊണ്ട്, എവിടെ? വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ, എവിടെ? കൺവെൻഷൻ വേദികളിൽ. അവരെ എങ്ങനെയാ വിളിക്കുന്നത്? ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. ഇതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ചില കാര്യങ്ങൾ ഇറ്റ്സ് ഗ്രേ, വെരി ഗ്രേ എന്ന് പറഞ്ഞാൽ പറയാൻ ഒക്കുന്നില്ല. പൗലോസിന് ക്ലിയർ ആണ്. ഒരാള് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് ഒരാളെ തിരിച്ചാൽ, പ്രവചന ശുശ്രൂഷയാകട്ടെ, ഹീലിംഗ് മിനിസ്ട്രി ആകട്ടെ, വേർഡ് മിനിസ്ട്രി ആകട്ടെ, ഇനി എന്തോ മിനിസ്ട്രി ആണെങ്കിലും ഒരാളുടെ മുമ്പിൽ ഇരിക്കുന്നവരുടെ ഏകാഗ്രതയും നിർമ്മലതയും യേശുവിങ്കൽ നിന്നും തിരിച്ചാൽ അവരെ വിളിക്കുന്നതാ അന്ത്യകാലത്തിന്റെ ലക്ഷണം. ഇങ്ങനെയുള്ളവർ ഉണ്ടാകും, കള്ള അപ്പോസ്തലന്മാർ. ഇത് തന്നെയല്ലേ യേശു പറഞ്ഞത്? എന്നിട്ട് തീർന്നില്ല, ലിസ്റ്റ് തീർന്നില്ല. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ. ഇത് ഈ കൊരിന്ത ആൾക്കാരോട് പറയുമ്പോൾ പൗലോസിനെ കുറിച്ച് എങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അപ്പൊ താങ്കൾ മാത്രമേ ഉള്ളോ കറക്റ്റ്? താങ്കളും താങ്കളുടെ കൂടെ നിൽക്കുന്നവർ, ഇതൊന്നും വിഷയമല്ല. കാരണം ഒരു പിതാവിന്
മകളുടെ, മകന്റെ സുരക്ഷിതത്വം അതെത്ര എക്സ്റ്റെൻഡ് പോയാലും ചെയ്യുന്നത് പോലെ അവർ കപട വേലക്കാർ, കള്ള അപ്പോസ്തലന്മാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ നോക്കണേ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമില്ല. 11:20 നോക്കൂ. 11:20 നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഈ വായം പ്രയോഗിക്കുന്നവരെ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? ഇവർ യു ആർ ബീയിങ് ടേക്കൺ ഫോർ എ റൈഡ് എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ചിലരെ അടുത്തോട്ട് ഇങ്ങനെ പറയും, യു ആർ ഗോയിങ് ടു ബി ടേക്കൺ ഫോർ എ റൈഡ്. നിന്നെ അവർ ഉപയോഗിക്കാൻ പോവുക. പൗലോസ് പറയുക, ഈ കള്ള അപ്പോസ്തലന്മാർ, ഈ കപട വേലക്കാർ നിങ്ങളെ അടിമപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസയാണ് ഇവരുടെ ലക്ഷ്യം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായി ഇതൊന്ന് കാണാനൊക്കുവോ? സുവിശേഷം വിൽക്കുന്നവർ, പ്രസംഗം വിൽക്കുന്നവർ, സുവിശേഷം പ്രസംഗിച്ച് ധനികരായി തീരുന്നവർ, റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചു കൂട്ടുന്നവർ, ഒന്നുമില്ലാതെ തുടങ്ങിയിട്ട് സുവിശേഷ പ്രസംഗ നിമിത്തം വലിയ മുതലാളിമാരാകുന്നവർ. പൗലോസ് തുറന്നങ്ങ് പറയുക, അവരെ കുറിച്ച് പറയുക, നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും, അടുത്തൊന്ന് ശ്രദ്ധിക്കണമേ, തിന്നുകളഞ്ഞാലും ഈ ശുശ്രൂഷകരെ വിളിക്കുന്ന അവരുടെ വചന ശുശ്രൂഷയിലൂടെ ദേ ആർ ഡിസ്ട്രോയിങ് യു എന്നാ പറയുന്നത്. നമ്മൾ ചിലപ്പം പറയത്തില്ലേ, അവരും വചനമല്ലേ ബ്രദറെ പറയുന്നത്? ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം അപ്പം നമ്മൾ ചിന്തിക്കും, അവരും വചനമല്ലേ പറയുന്നത്. അത് വേറൊരു കോണ്ടെക്സ്റ്റാണ്, നമുക്ക് ഇന്ന് ചിന്തിക്കാനൊക്കത്തില്ല. അസൂയ നിമിത്തം അവർ യേശുവിനെയാ പ്രസംഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം വേറൊരു യേശുവായി പറയുന്നത്. ഏത് ബുക്ക് വെച്ചാ ഈ വേറൊരു യേശുവിനെ കുറിച്ചും വേറൊരു ആത്മാവും ഇതേ ബൈബിൾ മുമ്പിൽ തുറന്നു വെച്ചിട്ടാണ് ഈ മറ്റൊരു സുവിശേഷവും മറ്റൊരു യേശുവും മറ്റൊരു ആത്മാവിനാൽ സ്വാധീനിക്കപ്പെടുകയും ഈ പുസ്തകം തന്നെ മുമ്പിൽ വെച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഈ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു ലക്ഷണമായി. വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് പൗലോസും യേശുവും എല്ലാം പറയുന്നത്. നോക്കൂ, 11:20 ഒരു പ്രാവശ്യം കൂടെ. അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ, അടുത്ത ശ്രദ്ധിക്കണം, പിടിച്ചുകൊണ്ടുപോയാലും. വാക്കുകൾ തമ്മിലുള്ള ബന്ധം നോക്കൂ. ഈ സഭയിലുള്ളവരാരാണ്? അവര് വിവാഹ നിശ്ചയം കഴിഞ്ഞവരാ, അല്ലേ? വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു കൊടും ക്രൈമായി കാണുന്നത് പോലെ. നമ്മുടെ സമൂഹത്തിൽ വല്ല അങ്ങനെ നടന്നാൽ പെട്ടെന്ന് നമ്മൾ എന്ത് പറ്റി ഇത്? സമൂഹത്തിന്റെ ആ ഒരു മൂല്യച്യുതിയെ നമ്മൾ കാണത്തില്ലേ? പൗലോസ് പറയുക, എന്റെ മുമ്പിൽ യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് വന്നിരിക്കുന്ന ദൈവമക്കൾ യേശു കർത്താവിനോട്, ആത്മമണവാളനോട് ഉഭയസമ്മതം ചെയ്ത ആ പതിവ്രതയായ മണവാട്ടിയെ നിന്റെ വചന ശുശ്രൂഷയിലൂടെ പിടിച്ചുകൊണ്ടു പോവുകയാണിത്. പ്രിയ ദൈവമക്കളെ, അത് കാണുവാൻ ആത്മകണ്ണുകൾ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ഒരു ടോളറൻസ് അല്ല ലാസ്റ്റ് ഡേയ്സിൽ വേണ്ടിയത്. വി നീഡ് ടു എക്സ്പോസ് റോങ് ടീച്ചിങ്സ്. വി നീഡ് ടു എക്സ്പോസ് റോങ് ട്രെൻഡ്സ് ഇൻ ദ ചർച്ച്. ദൈവസഭകളിലുള്ള ദൈവത്തിനും ദൈവവചനത്തിനും ചേരാത്തതിനെ തുറന്നു കാണിക്കുന്ന ഒരു അനുഭവമാണ് വേണ്ടിയത്. അതാ പൗലോസ് ചെയ്തത്. അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ അടുത്ത ശ്രദ്ധിക്കണേ, ഒരുവൻ നിങ്ങളുടെ മുഖത്തടിച്ചാലും. പൗലോസ് കൊരിന്ത ആൾക്കാരോട് പറയുക, നിങ്ങൾ പൊറുക്കുന്നല്ലോ. ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഏകാഗ്രത ആത്മമണവാളന്റെ എടുത്തു കളഞ്ഞിട്ടും നിങ്ങൾ ഇരുന്ന് കൊടുക്കുന്നല്ലോ, നിങ്ങളെ കുലുങ്ങി കൊടുക്കുന്നല്ലോ, നിങ്ങളെ കൈ അടിക്കുന്നല്ലോ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നല്ലോ. ഇതല്ലേ പറയുന്നത്? പ്രിയ ദൈവമക്കളെ, ചിന്തിക്കൂ. കർത്താവിന്റെ വരവിന്റെ ലക്ഷണമായി വിൻഡോ തുറന്നു നോക്കുന്നതിനെക്കാട്ടിൽ മുമ്പ് യേശു ആവശ്യപ്പെടുന്നു, വഞ്ചിക്കപ്പെട്ടു പോകരുത്. പൗലോസും പറയുന്നു, വഞ്ചിക്കപ്പെടരുത്. ഇനി ഏറ്റവും തീവ്രമായ ഒരു പ്രയോഗം, വഞ്ചിക്കപ്പെടുത്തുവാൻ നിൽക്കുന്നവരെ, ആകാത്ത വേലക്കാർ, അടിമപ്പെടുത്തുവാൻ നിൽക്കുന്നവർ, കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ഇവരെ കുറിച്ച് വിളിക്കുന്ന ഒരു പ്രയോഗം 11:14-15 ഉണ്ട്. എല്ലാവരും ദയവായി
ആ വാക്കുകളൊന്ന് നോക്കണമേ. വളരെ പ്രസക്തമായ ഒരു കാര്യം ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യങ്ങളിലുണ്ട്. ദയവായി ശ്രദ്ധിക്കൂ. എന്താ പൗലോസ് പറയുന്നത്? സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ. ഈ ഉപായം പ്രയോഗിച്ച് ഏകാഗ്രത മാറ്റുന്നവരെ പൗലോസ് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? അവര് കേവലം കള്ള അപ്പോസ്തലന്മാരും കപടവേലക്കാരും പിടിച്ചുകൊണ്ടു പോകുന്നവരും മാത്രമല്ല, അവർ സാത്താന്റെ ശുശ്രൂഷകന്മാരാണെന്ന്. എവിടെ? കൊരിന്തിലെ ദൈവസഭയ്ക്കകത്ത്. ഈ വന്ന ശുശ്രൂഷകർ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും, മോസ്റ്റ് പ്രോബബ്ലി അവർ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും, അടുത്ത ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, യാതൊരു വേദശാസ്ത്രപരമായ ദുരുപദേശവും ഇല്ലാത്തവരുമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം, വേദശാസ്ത്രപരമായ ദുരുപദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ, തൃത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? അപ്പോൾ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നു, വാട്സാപ്പിൽ ഇടുന്നു, ഇന്ന ആളെ സൂക്ഷിച്ചോണം, ദുരുപദേശമാ പുള്ളി. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും വന്ന് പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിന്റെ പഠിപ്പിക്കൽ വേണ്ട എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. യേശുവിന്റെ പഠിപ്പിക്കൽ വേണ്ട, ഇന്ന് പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്, പ്രചരിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ വല്ലവരും വന്നാൽ നമ്മൾ എന്തോ പറയും? സൂക്ഷിക്കണം, ദുരുപദേശമാണ്. ഈ കൊരിന്തിൽ വന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞവരെ ഉപായത്താൽ വഴിതിരിക്കുന്നത്, എവിടെ? മനസ്സിനെ മാറ്റുന്നത്. വേദശാസ്ത്രപരമായ യാതൊരു പ്രശ്നവും ഇവർക്കുണ്ടാകാൻ സാധ്യതയില്ല. എങ്ങനെ അറിയാം? പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നോ കൊരിന്തിൽ? ഇത്ര ഇതായിട്ട് എങ്ങനെ അറിയാം ചോദിച്ചാൽ, 11-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 22-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. 11-ന്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം, വേദശാസ്ത്രപരമായ പ്രശ്നമല്ല ഇവിടുത്തെ വിഷയം. സാത്താന്റെ ശുശ്രൂഷകർ എന്ന് പറയുന്നത് വേദശാസ്ത്ര പ്രശ്നമൊന്നും അല്ല, ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണ്. ചിന്തിക്കൂ. 11-22 വായിക്കുന്നു. ഞാനും ധൈര്യപ്പെടുന്നു, അവർ എബ്രായരോ, പൗലോസ് പറയുക, ഈ കപട വേലക്കാരെ കുറിച്ച് പറയുക, അവർ എബ്രായരോ ഞാനും അത്രേ, അവർ ഇസ്രായേല്യരോ ഞാനും അത്രേ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ. ഇത്രയുമേ പറയുന്നുള്ളൂ. വേദശാസ്ത്രപരമായ പ്രശ്നമാണെങ്കിൽ വേറെ 2 കാര്യങ്ങളോട് അവിടെ വന്നേനെ. കാരണം ഗലാത്യ ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോ വേദശാസ്ത്രപരമായ ഇഷ്യൂ ആണ് അവിടെ എന്താണെന്നറിയാം? ഉടനെ പറയുന്നേ പരിച്ഛേദനക്കാരാണ് അവർ. ഇവിടെ അത് പറയുന്നില്ല. മോശൈക ന്യായപ്രമാണത്തെ ദുർവ്യാഖ്യാനിച്ച് ഇന്ന് അതിന്റെ കീഴിൽ കൊണ്ടുവരുന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യം അപഹരിച്ചു കളയുന്നവരാണ് അവർ. ഗലാത്യ ലേഖനത്തിൽ, കൊലോസ്യ ലേഖനത്തിൽ വേദശാസ്ത്രപരമായ പ്രശ്നമാണ്. ഇന്നത്തെ നമ്മുടെ പെന്റക്കോസ്റ്റൽ ചർച്ചസിലും നിങ്ങളായിരിക്കുന്ന ചർച്ചസിൽ, ഞാനായിരിക്കുന്ന ചർച്ചസിൽ വേദശാസ്ത്രപരമായ പ്രശ്നമാണെങ്കിൽ നമ്മൾ അപ്പോഴേ ചാടിയും എഴുന്നേൽക്കുക. ഇതല്ല. സ്നാനത്തെ പറ്റിയോ അന്യഭാഷയെ പറ്റിയോ തൃത്വത്തെ പറ്റിയോ യേശുവിന്റെ ദൈവത്വത്തെ പറ്റിയോ ചോദ്യം ആരെങ്കിലും ഒന്ന് ഉണർത്തി അപ്പോഴേ നമ്മൾ പറയും ഇത് കപട വേലക്കാരനാണ്, ഇത് സാത്താന്റെ ശുശ്രൂഷകരാ. പക്ഷെ പൗലോസ് ഈ പ്രയോഗം നടത്തുന്നത് യാതൊരു വേദശാസ്ത്ര പ്രശ്നവും ഇല്ലാതെ അവരെ യഹൂദന്മാരാണ്, യേശുവിൽ വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ 3 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അവർ പരിച്ഛേദനക്കാരാണെന്ന് പറയുന്നില്ല. അവരുടെ ഉപദേശത്തെ കുറിച്ചല്ല പറയുന്നത്. ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ, അവരുടെ പണത്തോടുള്ള സമീപനമാണ് ഇവിടുത്തെ കാര്യം. ഈ ലോകത്തിലെ ആഡംബരത്ത് അവരെങ്ങനെ കാണുന്നു, നിങ്ങൾ എങ്ങനെ, അതാ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. ജീവിത ശൈലിയിൽ അവർക്കുണ്ടായ വ്യത്യാസത്തെ പറ്റിയാ പൗലോസ് പറയുന്നത്. നിങ്ങൾ സൂക്ഷിച്ചോണം. ഈ ശുശ്രൂഷകന്മാരുടെ മെസ്സേജ് കേട്ടാൽ യേശുവിനോടുള്ള നിർമ്മലതയും പോകും, ഏകാഗ്രതയും പോകും. സർപ്പം ഹവ്വായെ ഉവ്വായത്താൽ ചതിച്ചതുപോലെ ഈ തരം ശുശ്രൂഷകർ നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. പ്രിയ ദൈവമക്കളെ, ഒന്ന് ചിന്തിക്കൂ. ഇതെത്ര ഗൗരവമായ കാര്യം. വേദശാസ്ത്രപരമായ എററിനെ തിരുത്താൻ നടത്തുന്നവർ, ഓടുന്നവർ, ലൈഫ് സ്റ്റൈലിൽ വരുന്ന എറർ നമ്മൾ കാണുന്നുണ്ടോ? എന്ത് എംഫസിസാ ചെയ്യുന്നത്, എന്ത് സാക്ഷ്യമാ പ്രസംഗത്തിന്റെ ഇടെ ഈ ഒരു 5 മിനിറ്റിൽ പറഞ്ഞു വിടുന്നത്. അതാണ് പൗലോസിന്റെ വിഷയം.
ഈ പറയുന്ന സാക്ഷ്യങ്ങൾ, ഈ പുകഴ്ച വിഷയങ്ങൾ, അവിടാണ് പറയുന്നത് ഇത് കപട വേലക്കാരനാണ്, ഇത് ആകാത്ത വേലക്കാരനാണ്, ഇത് സാത്താന്റെ ശുശ്രൂഷകരാണ്. കാരണം അവര് ചെയ്യുന്ന എഫക്റ്റ് ഭയങ്കരമാണ്. ഈ നിർമ്മലമായി കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരുടെ എല്ലാം ലക്ഷ്യം തെറ്റിച്ചു. ഒരു നല്ല ശതമാനം ആളുകൾ, ദൈവസഭയിലുള്ളവർ, കൈയടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ട് പാടുന്നുണ്ട്, വേദപുസ്തകം അറിയാമെന്ന് ചോദിച്ചാൽ എല്ലാം അറിയാം. ഒരാൾ പ്രസംഗം തുടങ്ങുമ്പോഴേ അതിന്റെ കൺക്ലൂഷൻ വരെ അറിയാം. പക്ഷെ ഏകാഗ്രത മാറിപ്പോയത്, ആ ഫോക്കസ് മാറിപ്പോയത് അറിയാത്തൊരവസ്ഥ. അങ്ങനെ തിരിക്കുന്ന ശുശ്രൂഷകരെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പ്രത്യേക അവസ്ഥ. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ആ സാത്താന്റെ ശുശ്രൂഷകരെന്ന് പറയുമ്പോ ഇതൊക്കെ തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളത് പോലെ. ഏതൊക്കെ തമ്മിൽ? 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പറയുന്നു. വാക്കുകൾ ശ്രദ്ധിക്കണം. സർപ്പം ഹവ്വായെ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഉപായത്താൽ ചതിച്ചതുപോലെ ഇന്നത്തെ കാലയളവിലും സർപ്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ഇവിടെ എഴുതിയിരിക്കുന്നു, സാത്താന്റെ ശുശ്രൂഷകർ കൊരിന്ത് സഭയിൽ കയറി അവർ ഏകാഗ്രത കളഞ്ഞു. അതുപോലെ ഇന്നത്തെ 2020-ലും ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ പോലും അവസാനിച്ചിട്ടില്ല. നല്ലൊരു ശതമാനം അവസാനിച്ചു, എന്നാൽ ഇന്നും തീരുന്നില്ല. ഏകാഗ്രത വിട്ടുകളയുന്ന സാത്താന്റെ ശുശ്രൂഷകർ. അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് എങ്ങനെയാ? വിശ്വാസി സമൂഹം എങ്ങനെയാ തെറ്റിപ്പോകാൻ സാധ്യത? എങ്ങനെയാ തെറ്റിപ്പോകാൻ സാധ്യതയെന്ന് ചോദിച്ചാൽ, എപ്പോഴും ആകർഷകമായിരിക്കും ഈ ദൈവത്തിനും ദൈവവചനത്തിനും ചേരാത്തുള്ള ആകാത്ത വേലക്കാർ, കപട വേലക്കാർ, സാത്താന്റെ ശുശ്രൂഷകർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആകർഷകമായിരിക്കും സന്ദേശം. അതങ്ങനെ അല്ലയോ എന്ന് അറിയാൻ ഉൽപ്പത്തി പുസ്തകം 3-ൽ നോക്കിയാൽ മതി. എന്താ ഈ പാമ്പ് പറയുന്നത്? പാമ്പ് പറയുന്ന 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, ഞാൻ ഉറപ്പ് തരാം, മരിക്കത്തില്ല. ഇതിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ദിസ് ഇസ് ഗുഡ് ന്യൂസ്. വേദപുസ്തകത്തിൽ മുഴങ്ങുന്ന ആദ്യത്തെ പിശാചിന്റെ സദ്വർത്തമാനമാണിത്. നീ മരിക്കത്തില്ല. എന്നിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. ഇത് നല്ല സുവിശേഷമല്ലേ? നല്ല വർത്തമാനമല്ലേ? നീ മരിക്കത്തില്ല, നീ നല്ലായിട്ട് തഴയ്ക്കാൻ പോവുകയാണ്, ദൈവത്തെ പോലെ ആവും. കണ്ണ് തുറന്നാൽ ദൈവത്തെ കണ്ണ് തുറക്കും. നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, 2 ധ്രുവമുണ്ട് ആത്മീക ഗോളത്തിൽ. പറയുന്നത് ശ്രദ്ധിക്കൂ. ഉൽപ്പത്തി പുസ്തകം മുതൽ അതുണ്ട്. പുതിയ നിയമത്തിൽ പൗലോസ് എതിർക്കാൻ ശ്രമിച്ചത് വേറെ ആ ധ്രുവം ദൈവസഭയ്ക്കകത്ത് കയറിയതിനെയാ. ഏതാണെന്നറിയാമോ? ഈ വേറെ ടെൻഡൻസി, റോങ് ടെൻഡൻസി. പിശാചിനുമുണ്ട് ഒരു സദ്വർത്തമാനം. അതെന്താ സദ്വർത്തമാനം എന്ന് ചോദിച്ചാൽ, എല്ലാം താങ്കളെ പറ്റിയാ, എല്ലാം എന്നെ പറ്റിയാ. ജോയേ, നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. നീ നിന്റെ പിതാക്കന്മാർ കേറാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. അവർ കാലുവെക്കാത്ത രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ നീ പോകും. ആരുടെ മേലാ ഈ ഫോക്കസ് കിടക്കുന്നേ? ഞാൻ എന്തോ ആയി തീരും. സന്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ താങ്കളുടെ കുടുംബം ഇറങ്ങിത്തിരിച്ച പശ്ചാത്തലത്തിൽ നിന്നും മനുഷ്യർക്ക് ആശ്ചര്യപ്പെടുമാറുള്ള വീട്, അവർ നോക്കി നിന്ന് നിന്നിൽ യേശുവിനെ കാണും. എങ്ങനെ? നീ താമസിക്കുന്ന വീട് കാണുമ്പോൾ. എങ്ങോട്ട് പോയി എംഫസിസ്? എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ, ഞാൻ വലുതാകുന്നത്, ഞാൻ മരിക്കില്ല നിശ്ചയം, ഞാൻ ദൈവത്തെ പോലെ ആകും. ഇതുപോലെ കൊരിന്ത് സഭയ്ക്കകത്ത് വന്ന് വേറൊരു സാധനം അങ്ങ് വിട്ടു. എന്താ ചോദിച്ചാൽ,
അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രസംഗം മുഴുവൻ എന്തോ കിട്ടും, എപ്പ കിട്ടും, ഇപ്പൊ കിട്ടും. വഞ്ചന എന്ന് പറഞ്ഞാൽ ദൈവവചന ശുശ്രൂഷയിലൂടെ സ്വയലാഭത്തിന്റെ കഥകളും ഏകാഗ്രത മാറ്റിക്കളയുന്ന ഒരു ഉപഭോക്ത സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് കിട്ടും. ദൈവവചനം അനുസരിക്കുന്ന നിന്റെ തലമുറ. അപ്പൊ പാട്ടൂടെ വന്നു, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഇന്നത്തെ ദിവസം ഞാൻ ശുശ്രൂഷ വേറൊരു ഇടത്ത് ഞാൻ പറഞ്ഞു ഈ പാട്ട് വെച്ച്. പത്രോസും പൗലോസ് ശിരച്ഛേദം ചെയ്യാൻ നേരം അവസാനമായി പാടുന്നു ഒന്ന് ഓർത്തു നോക്കിക്കേ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. എല്ലാം ഉണ്ടായിരുന്ന പൗലോസ് തനിക്ക് ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി ആ കാരാഗ്രഹത്തിൽ അവസാന നിമിഷങ്ങളിൽ വരുമ്പോൾ എന്താ വരുന്നത്? ആ പാട്ടിന്റെ തന്നെ അടുത്ത വാക്കല്ലേ വരുന്നത്? അവനൊപ്പം പറയാൻ ആരുമേ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. പത്രോസിനെ തലകീഴായി ക്രൂശിക്കാൻ തുടങ്ങാൻ നേരം അവനാർക്കും കടക്കാരനല്ല, അതല്ല വരുന്നത്. അവനൊപ്പം പറയാൻ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. പക്ഷെ ഇന്ന് കേൾക്കുന്നതല്ല എന്താ? അവൻ നിനക്ക് കടക്കാരനല്ല, നീ അങ്ങോട്ട് ഒരു 10 രൂപ വെച്ചാൽ ഇങ്ങോട്ട് 1000 രൂപ വരുന്നു. ഇതെല്ലാം ഒരു ഡീൽ ഉറപ്പിക്കുക. പൗലോസ് പറയാ, ഏകാഗ്രത പോകുന്നു, ക്രിസ്തുവിനോടുള്ള നിർമ്മലത പോകുന്നു, പ്യൂർ ഡിവോഷൻ പോകുന്നു. എനിക്ക് എന്ത് കിട്ടും? ഉപവാസ പ്രാർത്ഥന, അതും എന്റെ ജോലിയുടെ വിഷയം ഒന്ന് മാറണം, ആ വിസയുടെ കെട്ടൊന്ന് പൊട്ടണം. ഇതിനപ്പുറമായി യേശുവിന് എന്നെ കൊണ്ട് എന്ത് ആവശ്യമുണ്ട്? ഞാൻ ജീവനോട് ഇരിക്കുന്നത് എന്തിനു വേണ്ടി? അതാ പ്യൂർ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ. യേശുവിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. പ്രമോഷൻ കിട്ടി, ഒഡൻ ചോദ്യം, കർത്താവെ പ്രമോഷൻ തന്നു, എന്റെ സാലറി കൂടി, ഞാൻ ഈ പൈസ കൊണ്ട് എന്തോ ചെയ്യണം? പ്ലീസ് ടെൽ മീ വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ദിസ് മണി? പക്ഷെ അതല്ല കേൾക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ 6 ഡിജിറ്റ് 7 ഡിജിറ്റ് ആകുന്നു, 7 ഡിജിറ്റ് 8 ഡിജിറ്റ് ആകുന്നു. നിന്നെ ഒരു ആശ്ചര്യ വസ്തുവായി നിന്റെ പട്ടണത്തിൽ ദൈവം ഉറപ്പിക്കുന്നു. ഇതെവിടുന്ന് വന്നു ഈ സന്ദേശം? ഇതെവിടുന്ന് വന്നു? പുതിയ നിയമത്തിൽ എവിടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ ഇങ്ങനൊരു സന്ദേശം? നമ്മൾ അറിയാതെ ചിലപ്പം പാടുമ്പോ അങ്ങ് പാടിപ്പോവും. നമ്മുടെ വരികൾ നമ്മൾ ശ്രദ്ധിച്ചേ പാടാവൂ. നമ്മൾ ചിലപ്പം പാടുമ്പം ആ എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന് പറയുമ്പോ എതിർക്കുന്നവർ നിന്നെ വന്ന് നമസ്കരിക്കും, നിന്ദിക്കുന്നവർ നിന്നെ. എവിടുന്ന് കിട്ടിയത്? നമുക്ക് എവിടുന്ന് കിട്ടി ഈ ആശയങ്ങൾ? നമ്മളെ എതിർക്കുന്നവർ നമ്മളെ വന്ന് നമസ്കരിക്കുന്നു, നമ്മളെ നിന്ദിക്കുന്നവർ നമ്മളെ മാനിക്കുന്ന ഒരു അവസ്ഥ. ഫ്രം വേർ ഡിഡ് വി ഗെറ്റ് ദിസ്? പുതിയ നിയമത്തിൽ എവിടെയുണ്ട്? തെരഞ്ഞെടുത്ത കുറച്ച് വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും മനുഷ്യരുടെ കർണരസകരമായത് മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ഒന്ന് ത്രസിപ്പിക്കുവാൻ വേണ്ടി, കുറച്ചുകൂടെ പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, വിശ്വാസം വളർത്തുന്നതല്ലിത്. വിശ്വാസം വളർത്തുന്നതാണെങ്കിൽ പറയേണ്ടത് എബ്രായ ലേഖനം 11 കണ്ടതുപോലെ, അല്ലെങ്കിൽ 12 അവസാനം കണ്ടതുപോലെ, യേശുവിനെ നോക്കണം, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അതായിരിക്കണം മോട്ടിവേഷൻ. അല്ലാതെ പലപ്പോഴും പറഞ്ഞു വരുമ്പോ ക്രൂശിൽ നിന്ന് ചാടി വന്നൊരു യേശു ആണെന്നൊക്കെ തോന്നിപ്പോവും. അതുപോലത്തെ ഒരു പ്രസന്റേഷനാണ്. പാട്ടിലാണെങ്കിലും എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ, വായ്പവാനാ ഇടവര് കൊടുക്കുവാനോ ദൈവസഭ. ഇങ്ങനെ ഒരു ചിന്ത. കൊരിന്ത് സഭയിലെ പ്രശ്നം എന്താണെന്നറിയാം? കൊരിന്ത് സഭയിലെ പ്രശ്നം ആരും തൃത്വത്തെ എതിർത്തതല്ല, യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചതല്ല. ഈ അന്ത്യ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഞ്ചന. എന്തോ വഞ്ചന എന്ന് ചോദിച്ചാൽ, എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്നവർ നിർമ്മലതയും ആ കർത്താവിനോടുള്ള സ്നേഹത്തിന് പകരം എനിക്ക് ഈ ലോകത്തിൽ ആരായി തീരാം എന്നുള്ളതായി പറയുന്നത്. അത് പറയണ്ട എന്ന് വിചാരിച്ച, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഈ മുമ്പോട്ട് പോകുമ്പോ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. സഭയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ മൗത്ത് പീസായി നിൽക്കാൻ വേണ്ടി ദൈവം എക്കാലത്തും വിളിച്ചവരെ ആരെന്നറിയാമോ? നിങ്ങൾ പറയുന്നത് കേൾക്കാനൊക്കത്തില്ല. നമ്മൾ ഒരു ഹോളിലായിരുന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഉത്തരം പറഞ്ഞേനെ. സഭയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി, ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവസഭയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ നാവായി നിൽക്കേണ്ട കൂട്ടരാ ആരെന്നറിയാമോ?
പ്രവാചകർ. എന്താകുന്നു പ്രവാചകന്മാർ ചെയ്യുന്നത്? സഭയെ ശുദ്ധീകരിക്കുകയും ആത്മീക വർധനവ് വരുത്തുകയും നിത്യതയുടെ കാഴ്ചപ്പാട് കൂട്ടുകയുമാണോ ചെയ്യുന്നത്? അതോ സാമാന്യം നല്ലൊരു വീട്ടിൽ താമസിക്കുന്ന ആളോട് വന്ന് പറയുക, ഈ വീട് മാറാൻ പോവുക, അടുത്ത 6 മാസത്തിനുള്ളിൽ എ ബെറ്റർ ഹൗസ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നോക്കുക, നമ്മൾ ചിന്തിച്ച കാര്യം പോലും അല്ലല്ലോ. പറയാ, എഴുതിയിട്ടോ. അന്ന് മുതൽ പിന്നെ പ്രാർത്ഥനയായി ക്രെഡിറ്റ് എങ്ങനെ കിട്ടും? ഐ ആം ഗോയിങ് ടു മൂവ് ടു എ ബെറ്റർ ഹൗസ്. ആരുമായിട്ടുള്ള ഡിവോഷൻ പോയെന്നറിയാം. ബെറ്റർ ഹൗസിൽ മൂവ് ചെയ്യുന്നതല്ല പ്രശ്നം കേട്ടോ. നല്ലൊരു വീട്ടിലാ താമസിക്കുന്നതെങ്കിൽ പ്രൈസ് ഗോഡ്. പക്ഷെ ഡിവോഷൻ, പ്രവചന ശുശ്രൂഷ എന്നുള്ളത് അടുത്ത കാറിന്റെ കളർ വാങ്ങിക്കാനുള്ളതല്ല. അതല്ല അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അതൊരു വഞ്ചനയുടെ ലക്ഷണമാണ്. ദുരുപയോഗം ചെയ്യുന്നു, സ്വാർത്ഥത കുത്തിവെക്കുന്നു, പണക്കൊതി കുത്തിവെക്കുന്നു, ലൗകികമാക്കി മാറ്റുന്നു ശുശ്രൂഷകൾ. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം സഭ ശുദ്ധീകരിക്കപ്പെടണം, പ്രവചനം. അതുകൊണ്ടാ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, പ്രവാചകന്മാരോടെല്ലാം ചെയ്തതുപോലെ എന്നോടും ചെയ്യുന്നു. പ്രവചന ശുശ്രൂഷ കഴിയുമ്പോ പൂച്ചണ്ടല്ല കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ കാലയളവിലെ പ്രവചന ശുശ്രൂഷ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ നോക്കൂ. ഞാൻ പറയുന്നില്ല ഒന്നും, നിങ്ങൾ നോക്കൂ. ഈ പ്രവചന ശുശ്രൂഷ പറഞ്ഞത് നിമിത്തം മേന്മയുണ്ടായോ പരാജയം ഉണ്ടായോ? ഇതിനകത്ത് ഒരാൾ പോലും അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്തത് നിമിത്തം ഭൗതിക ഒരു സൂപ്പർ റിച്ച് ഇടത്തേക്ക് വരുന്നില്ല. ആവശ്യത്തിനുള്ളത് കർത്താവ് തരും. അത് ഉപദേഷ്ടാക്കന്മാർക്കും ഇടയന്മാർക്കും എല്ലാം സൂപ്പർ റിച്ച്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. സൂപ്പർ റിച്ച് എന്ന് പറഞ്ഞാൽ 1 സെന്റ് ഭൂമി ഇല്ലാത്ത ആൾക്ക് ഏക്കർ കണക്കിനായി. എങ്ങനെ? പ്രവചന ശുശ്രൂഷ. അത് നമ്മളെ അതിശയിപ്പിക്കണം. അത് നമ്മളെ 2 കൊരിന്ത്യർ 11 വായിപ്പിക്കാൻ ഇടവരുത്തണം. ഉപായത്താൽ ചതിച്ചതുപോലെയെന്നോ? എങ്ങനെ? ഒരു സദ്വർത്തമാനമാ പറയുന്നത്. കാറ് മാറുന്നു, ജോലി മാറുന്നു, വീട് മാറുന്നു. ഈ ഭൗതിക സമൃദ്ധിയുടെ സദ്വർത്തമാനം ആദ്യം കേട്ടത് ഉൽപ്പത്തി 3-ലാണ്. പൗലോസ് കൊരിന്ത് സഭയെ നോക്കി പറയുക, ആ ഉൽപ്പത്തി 3-ൽ കേട്ടതിന്റെ ഒരു ധ്വനി, ഒരെക്കോ സഭയിൽ കേൾക്കുന്നു. അത് സാത്താന്റെ ശുശ്രൂഷകരാ. കാരണം അവര് നിങ്ങളെ തിരിക്കുന്നത് ദൈവത്തിങ്കലേക്കല്ല, ലൗകികതയിലേക്കാ. പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനായി നമ്മൾ ഒരുങ്ങുകയത്രേ ചെയ്യേണ്ടത്. എങ്ങനെ ഒരുങ്ങണമെന്ന് ചോദിച്ചാൽ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൻ താമസം ഇനി ഏറെയില്ല. കുറച്ചുകൂടെ ലൗകികമായി മാറ്റുന്ന സന്ദേശങ്ങളിൽ നിന്നും വിടുതൽ കിട്ടിയവരായി ആത്മീക ചിന്തകളാൽ യേശു മണവാളനോടുള്ള ഈ ലോകത്തിൽ നമ്മൾ ആരാകും അതല്ല ഇവിടുത്തെ കാര്യം. സുവിശേഷത്തിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ പണക്കാരായി തീരുമെന്നുള്ളതല്ല. അതൊക്കെ കഴിഞ്ഞ 40 വർഷങ്ങളിൽ ഉണ്ടായി വന്ന സുവിശേഷങ്ങളാ. കേട്ടോണം, ഈ മലയാളക്കരയിൽ നിന്ന് വിദേശത്തേക്ക് ഒഴുക്ക് തുടങ്ങിയപ്പോ മുതൽ വന്ന സുവിശേഷങ്ങളാണത്. 1-ാം നൂറ്റാണ്ടിൽ ഒരാള് പോലും പറഞ്ഞിരുന്നില്ല യേശുവിനെ വീട്ടിൽ അങ്ങോട്ട് കൈക്കൊള്ളൂ, യു ആർ ഗോയിങ് ടു ഡു വെരി വെൽ, ബിക്കോസ് യേശു നിന്റെ വീട്ടിലുണ്ട്, നീ വാലല്ല, നീ തലയാകാൻ പോവുകയാണ്. ഇതാരും പറഞ്ഞില്ല. പ്രിയ മക്കളെ, അടുത്ത ഭാഗത്തിലേക്ക് പോയാൽ ഇന്നത്തെ ദിവസം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നാളത്തെ ദിവസം വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം എങ്ങനെ തിരിച്ചറിയാം? ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണത്. ഇന്നൊരു മുഖവര എന്നവണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഈ അനേകർ എന്നുള്ള പദം നോക്കണം. നമ്മൾ കെയർഫുൾ അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ബി ഡിസീവ്ഡ്. ഈ അനേകരെ വിളിക്കുന്ന പ്രയോഗങ്ങൾ കപട വേലക്കാർ, സാത്താന്റെ ശുശ്രൂഷകർ. എന്താ പൗലോസേ, ഇമോഷണൽ ആണോ? ഇമോഷണൽ അല്ല. ഉൽപ്പത്തി 3-ൽ മുഴങ്ങിയ ഒരു സന്ദേശം ഈ സഭയിൽ കൊണ്ട് പറയുന്നു. നീ മരിക്കയില്ല, നീ വലുതാകാൻ പോവുകയാണ്, നീ ഏറ്റവും മേന്മയുള്ളത്. ഈ സന്ദേശം യേശുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് ആ ആത്മ മണവാളനുമായുള്ള ബന്ധം ഒക്കെ മുറിഞ്ഞ് ഇപ്പൊ യേശു കർത്തൃത്വം ചെയ്യുന്ന ആളിൽ നിന്നും രാവിലെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ടേബിൾ വെയിറ്ററെ പോലെ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ടുഡേ? യാ പ്ലീസ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് എ ജോബ്, ഐ വിൽ ഡു ഇറ്റ്. ഇങ്ങനൊരു യേശു, കർത്തൃത്വം നടത്തുന്ന ഒരു യേശു അല്ല, ഒരു ടേബിൾ വെയിറ്ററായി നിൽക്കുന്ന യേശു. അങ്ങനെയുള്ള ഒരു ദുർബലപ്പെടുത്തുന്ന സന്ദേശങ്ങൾ.
സുവിശേഷത്തിന്റെ സാധ്യതകളെ ചോദ്യം ചെയ്യുന്ന, ക്രൂശിന്റെ ശക്തിയെ വെല്ലുവിളിക്കുന്ന, ദുർബലപ്പെടുത്തുന്ന നല്ലൊരു ശതമാനം വെളിയിലല്ല, ജനല് തുറന്നു നോക്കണ്ട, അകത്തുണ്ട്. അത് തിരിച്ചറിയണം. അതിലേക്ക് നാളത്തെ പഠനവും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇതുവരെയും ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിന്റെ വചനം ശ്രവിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അനുഗ്രഹീതമായ ദൈവിക ചിന്തകൾ നമ്മളുമായി പങ്കുവച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോ തോമസിന് പ്രത്യേകമായി ദൈവസഭയുടെ നന്ദിയെ അറിയിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും നന്ദിയെ പ്രത്യേകാല അറിയിക്കുകയാണ്. ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത് അന്ത്യകാലത്തിന്റെ ലക്ഷണമായി ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുന്ന ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് യേശുനാഥൻ അരുളി ചെയ്ത അനേകരെ തെറ്റിക്കുന്ന വിവിധ വശങ്ങളെ കുറിച്ച് ഇന്ന് രാത്രികാലം കേൾക്കുവാൻ വേണ്ടി നമുക്ക് ഇടയായി തീർന്നല്ലോ. കർത്താവായ യേശുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ വേണ്ടി കഴിയാതെ, നമ്മുടെ രക്ഷിതാവും കർത്താവായ യേശുവിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കളയുന്ന ഒരു തെറ്റിപ്പിന്റെ ആ വശം ഇന്നത്തെ ദൈവസഭകളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട്, യേശുവിനെ ഓരോ ദിവസവും നോക്കിക്കൊണ്ട് തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്യാതെ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇന്ന് ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് കൂടെ പാടി നമുക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ബ്രദർ ഡാർവിൻ ആന്റിയും തുടർന്ന് പാട്ടുകൾ പാടുമ്പോൾ പ്രിയപ്പെട്ടവരോടുകൂടി ചേർന്ന് പാടി നമുക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലേ. ഇന്ന് കേട്ട വചനം കർത്താവേ എന്നിൽ ഉറയ്ക്കുവാൻ അങ്ങയുടെ ഓ ക്രിസ്തൻ മഹത്വത്താലേ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. എന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കുന്നേ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും കഷ്ടതയിലും പാടുവാൻ ശോഭിപ്പാൻ. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. കഷ്ടത സന്തോഷത്തോടെ പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ശക്തിയരുൾകനാഥനേ ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾകനാഥനേ ഭക്തിയിൽ പൂർണ്ണ
യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. More about Jesus, more about Jesus, more of His saving fullness, see, more of His love who died for me, more of His saving fullness, see, more of His love who died for me. ഉറപ്പിക്കുന്നേ കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചു കർത്താവേ, അനുഭവങ്ങളിലൂടെ ഞങ്ങൾ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു അവസ്ഥകളല്ല കർത്താവേ, അങ്ങേ നോക്കുവാൻ, അങ്ങേ ശോഭിതമായ മുഖത്ത് നോക്കുവാൻ കർത്താവേ, മുറ്റും നിറഞ്ഞു ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും ഞാൻ കഷ്ടതയുടെ ആഴത്തിൽ കൂടെ ഇറങ്ങി പോകുമ്പോഴും കർത്താവേ, എന്റെ മുഖത്ത് ക്രിസ്തുവിന്റെ മുഖത്തെ തേജസ് പോലെ, ആ പുഞ്ചിരി പോലെ കർത്താവേ, എന്റെ കഷ്ടതകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരത്തക്കവണ്ണം അപ്പോസ്തലന്മാരെ പോലെ കർത്താവേ, വിശ്വാസത്തിൽ ഉറപ്പിച്ച് കർത്താവേ, മറ്റുള്ളവർക്ക് ഉറപ്പായി കർത്താവേ, ഇന്ന് കേട്ട വചനം എന്റെ ഹൃദയത്തിൽ ഉറപ്പായി നിന്ന് കർത്താവേ, മറ്റുള്ളവരെ കൊണ്ട് ഉറപ്പിക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ കർത്താവേ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയും ദൈവ സന്നിധാനത്തിലായിരുന്ന് ഒരുമിച്ച് പാടുവാന്, പ്രാർത്ഥിക്കുവാന് അനുഗ്രഹമായ ദൈവവചനം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കവണ്ണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ടതായ ദൈവവചനത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ അന്ത്യകാലഘട്ടത്തിൽ നാം ആരും കൃപ തെറ്റി ദൈവവചനത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ക്രിസ്തുവിലുള്ള കോൺസെൻട്രേഷനിലെ ക്രിസ്തുവിനെ ധ്യാനിച്ച് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് തുടരുവാൻ നമ്മെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിച്ച പാസ്റ്റർ ജോ തോമസിന് വരുന്ന ദിവസങ്ങളും ദൈവശക്തമായി ഉപയോഗിക്കുവാൻ, ദൈവ രാജ്യമഹിമയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നതായ ഓൺലൈൻ കൺവെൻഷൻ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ കൃപ ദൈവം ധാരാളമായിട്ട് അവിടുന്ന് പകരട്ട്. നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്പസമയം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കപ്പെട്ടതായ വചനം നാമ വീണ്ടും വീണ്ടും ധ്യാനിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ആഴമായി പ്രവർത്തിക്കാനിടയായി തീരണത്തിന് വേണ്ടി നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ സാം ജോൺ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവേ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ഈ സമയവും ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സമയഭേദമന്യേ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങളെ ഒരുക്കി അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ കർത്താവെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നടക്കുന്ന
ദൈവവചന പോഷണത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവവചനം ഞങ്ങളോട് സംസാരിക്കുവാൻ സ്വർഗം അങ്ങയുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവേ, ഈ രാത്രിയുടെ യാമത്തിലും ഞങ്ങൾക്ക് അവിടുത്തെ ദാസനിലൂടെ കേൾപ്പിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആരും ഞങ്ങളെ ചതിക്കാതെ ഇരിപ്പാൻ, ആരും ഞങ്ങളെ വഞ്ചിക്കാതെ ഇരിപ്പാൻ, ആരും ഞങ്ങളെ തെറ്റിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾ സൂക്ഷ്മ ബുദ്ധിയുള്ളവരായി ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ വചനത്തിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിർമ്മലതയോടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഇത് അന്ത്യകാലമാകിയാൽ അനേക ഹല്ലേലൂയ അവിടുത്തെ പേരെടുത്ത് കടന്നു വരും. അനേകരും ഞങ്ങളെ ചതിക്കും, അനേകർ ഞങ്ങളെ തെറ്റിക്കുന്ന ഈ കാലയളവിൽ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കർത്താവെ, അവിടുത്തെ മക്കളാവുന്ന അടിയങ്ങൾ, അവിടുത്തെ സഭയിലെ ദൈവ മക്കൾ കർത്താവെ ആരും തെറ്റിക്കപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവെ ഇടയാക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ഞങ്ങൾ ഹല്ലേലൂയ കേട്ട് ചതിക്കപ്പെടുന്നവരായി തീരാതെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവെ നിർമ്മലതയോടെ ജീവിപ്പാൻ, വിശുദ്ധിയോടെ ദൈവകൃപയോടുകൂടി ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ സർപ്പം ചതിക്കപ്പെടാതെ ഇരിപ്പാൻ സ്വർഗമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുത്തെ ഹല്ലേലൂയ കർത്താവേ വിലയേറിയ ദാസൻ യോ തോമസിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങള് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിവാൻ സ്വർഗം സഹായിക്കണമേ. അടുത്ത 2 ദിവസങ്ങളിൽ നടക്കുന്ന വചന പോഷണത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസനെ അതിനുവേണ്ടി പിന്നെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ഹല്ലേലൂയ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി, തലമുറകൾക്കായി സ്തോത്രം കർത്താവേ. അടുത്ത ദിവസങ്ങളിൽ അനേകർ ഇത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവ ഭക്തന്മാർക്കായിട്ട് സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. പാടുവാൻ അവിടുത്തെ ഭക്തന്മാരെ അവിടുന്ന് ഉപയോഗിച്ചതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഡാർവിൻ ബ്രദറിനെയും കുടുംബത്തെ അവരുടെ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ മാത്യു പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ വേലകളെ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലിജി പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച വചനം അല്ലെങ്കിൽ ദൈവനാമത്തിനായിട്ട് തീരുവാൻ സഹായിക്കണമേ. ആരും ഞങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ലീഡ് യോഹന്നാൻ അങ്ങയുടെ അഭിഷേകത്തിനെയും ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കൃപയും ഞങ്ങളെ പൊതിയണമേ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് പിന്നെയും അവിടുത്തെ വചനത്തിൽ മുമ്പിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മുഴുവൻ മഹത്വം അങ്ങ് എടുക്കണം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനമെല്ലാം കേട്ട് ഇന്ന് രാത്രികാലം നമ്മെ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ വചനം നമുക്ക് തന്നതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മനോഹരമായ പാട്ടുകൾ പാടുവാൻ കർത്താവിന്റെ ദാസന്മാരെ ദൈവം അഭിഷേകം ചെയ്തതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം, സഹവാസം, കാവലും കൂട്ടായ്മയും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ബെരക്ക ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.